നമ്മുടെ ഈ ഐറ്റം വേറെയുടെ വേദിയുടെ സൈഡിലായിട്ട് 3 പേര് കോട്ടും സൂട്ടും ടൈയും ഒക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. ഇവർ കോട്ടും സൂട്ടും ടൈയും ഇട്ട് വന്നു കഴിഞ്ഞാൽ ചിരിയുടെ മാലപ്പടക്കത്തിനാണ് നമ്മൾ തിരി കൊളുത്താൻ പോകുന്നത്. അപ്പൊ തിരി കൊളുത്താനായിട്ട് ഞാൻ അവരെ ഇങ്ങോട്ട് ക്ഷണിക്കട്ടെ. ലെറ്റ്സ് വെൽക്കം സെൽവരാജ് ചേട്ടൻ, മനുകുമാരി ചേട്ടൻ ആൻഡ് ശ്യാം ചേട്ടൻ. പിടിച്ചോ. താങ്ക് യു മുതലാളി. മുതലാളി ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. പിന്നെ എങ്ങനെ സന്തോഷിക്കായിരിക്കും? നാളെ എന്റെ മകളുടെ കല്യാണം അല്ലേ, എന്റെ ഒരേ ഒരു മകൾ റേയുടെ കല്യാണം. മാത്രമല്ല ഇന്ന് റിസപ്ഷൻ. ഈ നാട്ടിലുള്ള ഓരോ കോടീശ്വരന്മാരും എന്റെ വീട്ടിലെ ഈ റിസപ്ഷനിൽ വന്നത് ചിക്കൻ കാലി കടിച്ചു വലിക്കുന്നത് ഞാൻ കാണും. മുതലാളി പക്ഷെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എന്താണ്? അംബാനി വന്നില്ല? വന്നു, ഞാൻ വെൽക്കം ഡ്രിങ്ക് കൊടുത്തു, കറക്റ്റ് ആയിട്ട് അവിടെ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കർ വന്നില്ല? ഫാമിലി ആയിട്ടല്ലേ വന്നത്, വെൽക്കം ഡ്രിങ്ക് കൊടുത്തു, അവിടെ കൊണ്ടിരുത്തി. യേശുദാസ് വന്നില്ല? വെൽക്കം ഡ്രിങ്ക് കൊടുത്തു, അവിടെ കൊണ്ടിരുത്തി. ഞാൻ വിളിക്കാത്ത യേശുദാസിന് എങ്ങനെ നിങ്ങൾ വെൽക്കം ഡ്രിങ്ക് കൊടുക്കും? പറയുമ്പോ ഒരു ഫ്ലോയിൽ എല്ലാം അങ്ങ് പറയരുത്. ഞാൻ വിളിച്ചില്ലല്ലോ, പിന്നെ എങ്ങനെ നിങ്ങൾ കൊടുക്കും? അത് ശരിയാണ്, വിളിച്ചവരെ പറയും. അമിതാഭ് ബച്ചൻ വന്നായിരുന്നു സാർ, എന്നിട്ട് പക്ഷെ വെൽക്കം ഡ്രിങ്ക് കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ ഗേറ്റിന് വെളിയിൽ നിൽക്കുവാണ്. അതെന്ത് പറ്റി? ഞാൻ ഇന്നലെ പറഞ്ഞാണ് ആർത്തിന് ഇത്തിലൂടെ പൊക്കം മേളിലോട്ട് കൂട്ടണമെന്ന് പറഞ്ഞായിരുന്നു. സാറ് വന്നു, നേരെ തലയും കടിച്ചു, വിക്ക് ഇപ്പോഴും മേളിലിരിക്കുവാണ്. അതിന്റെ വഴക്ക് അവിടെ നടന്നോണ്ടിരിക്കുവാണ്. ആണല്ലേ? ബാക്കിയുള്ളവർക്കുള്ള ഫുഡെല്ലാം ഓക്കെ അല്ലേ? ഫുഡെല്ലാം ഓക്കെയാണ് സാർ, പിന്നെ പക്ഷെ ഒരു ഇഷ്യൂ ആണുള്ളത്. ഇത് എന്താണ് ടോണി? ഇത് എന്താണ് ടോണി? കാറ്ററിംഗ് സർവീസിനെ എല്ലാം ഏൽപ്പിച്ചതല്ലേ? അതെ. ഇത്രയും ആൾക്കാർ ഉണ്ട് കഴിയുമ്പോ ഒരു ടിഷ്യൂ ഉണ്ടെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടാവും അവിടെ? അംബാനിയൊക്കെ ചിക്കൻ തിന്നിട്ട് കോട്ടി തുടക്കേണ്ടി വരില്ലേ? അയ്യോ, ഒരു ടിഷ്യൂ ആണുള്ളതെന്നല്ലേ പറഞ്ഞത്? പിന്നെ ഒരു ഇഷ്യൂ ആണുള്ളതെന്നാ പറഞ്ഞത്. ഒരു ഇഷ്യൂ? അതായത് സംഭവം വേറൊന്നുമല്ല, സാറിന്റെ മോണാണല്ലോ റിയ. അതിനെന്തിനാണ് കാലിങ്ങനെ വളച്ചു വെക്കേണ്ട കാര്യം? 100% ഉറപ്പിച്ച് പറയാൻ എന്റെ മകളാണ് റിയ എന്നുള്ള. കാല് വളച്ചു നേരത്തെ അവളെ എന്ന് പറഞ്ഞേ. സാറിന്റെ മോളാണല്ലോ റിയ, അത് ക്ലിയർ. പറഞ്ഞു. അപ്പൊ റിയ മാഡത്തിന്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, അതായത് സച്ചിൻ ടെണ്ടുൽക്കറിന്റെ മോൾ സാറാ മാഡം. അപ്പൊ സാറാ മാഡത്തിന് ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ള വലിയ ആഗ്രഹം. നല്ല കാര്യമല്ലേ? അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് നമ്മുടെ ഫിലോഡൽഫിയയിൽ നിന്നും നമ്മുടെ ഗുലാബ് ജാമീൻ വരുത്തി. ആണോ? ഗുലാബ് ജാമീൻ വെച്ചപ്പോഴാണ് പ്രശ്നം. എന്താണ് പ്രശ്നം? ഗുലാബ് ജാമീൻ സാറിന്റെ മരുമോനാകാൻ പോകുന്ന ആളുണ്ടല്ലോ, ഫെഡറിക്. അതെ, ഫെഡറിക് ഫെറാറി. ഫെഡറിക് ഫ്രെഡി വന്നിട്ട് നേരെ ഈ ഗുലാബ് ജാമീൻ ഒരെണ്ണം എടുത്ത് അങ്ങ് കഴിച്ച്. അതിൽ എന്താ ഇത്ര വിഷയം? ഒരു ഗുലാബ് ജാമി കഴിച്ചാൽ എന്താ വിഷയം? അല്ല, ഒരു ഗുലാബ് ജാമീൻ കഴിച്ച കുഴപ്പമൊന്നുമില്ല. അത് കഴിച്ചിട്ട് ആ കൊച്ചിന് കൊടുക്കാൻ പറ്റരുത് 7 ഗുലാബ് ജാമീൻ വാരിയെടുത്ത് പോക്കറ്റിട്ട് കഴിച്ചപ്പോ ആ കൊച്ചു എന്തോ ചെയ്യും. ഇപ്പൊ എന്താ പറയുന്നത്? കൊച്ചിന് കല്യാണം വേണ്ടെന്നാ പറയണം. ഇത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? റേ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോട്ടിട്ട് വന്നിരിക്കുന്ന ആൾക്കാരുടെ മുമ്പ് മൊത്തം ഞാൻ നാണക്കെട്ടില്ലേ? നിങ്ങൾ സ്വപ്നത്തിൽ കാണാൻ പറ്റിയിരിക്കുന്ന ആളാണ് ഈ വന്നിരിക്കുന്നത്. സംഭവം ശരിയാണ്. ആ കൊച്ചു പറഞ്ഞ ഇപ്പൊ ഈ നിൽക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ മൈക്ക് എടുത്തോണ്ട് നേരെ കയറിട്ട് ഈ കല്യാണത്തിന് എനിക്ക് താല്പര്യം ഇല്ലാന്ന് വിളിച്ചു പറയുന്നാണ് പറയണത്. എന്ത് പറയാനെന്ന് പറ. ഈ ഫെറായി ഇപ്പൊ എവിടെയാണ്? ഇതിപ്പോ ഞാനാണ് ഇതിന് കാരണക്കാരൻ. പിന്നെ എന്റെ മുതലാളി ഒരു കഴുപ്പണ കെട്ടവനായിട്ടാണ് അയാളെ പോലെ ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാതിരിക്കണം. ഞാൻ കഴുപ്പണ കെട്ടവനോ? നിങ്ങൾ എന്തറിഞ്ഞോണ്ടാണ് സംസാരിക്കുന്നത് ടോണി? നിങ്ങൾ എന്തറിഞ്ഞോണ്ടാണ് സംസാരിക്കുന്നത്? എത്രയോ നല്ല ചെറുക്കന്മാരുണ്ടായിരുന്നു, എത്രയോ നല്ല ചെറുക്കന്മാര്. അവരെ പിടിച്ച് കല്യാണം കഴിപ്പിക്കണമായിരുന്നു. അല്ലാതെ ഞാൻ പറയട്ടെ, ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ചെറുക്കനെ പിടിച്ച് കല്യാണം കഴിപ്പിക്കും? സാധാ ലോട്ടറിയാണോ അടിച്ചിരിക്കുന്നത് ടോണി? ഇത് ഗൾഫിലെ സൂപ്പർ ലോട്ടോ അടിച്ച ആളാ ഇത്, അറിയോ? സൂപ്പർ ഓട്ടോ ഇടിച്ചിട്ട് ഒരു കാര്യമില്ല, അവരെ കാണാൻ പോലും കൊള്ളത്തില്ല. നിനക്ക് കോമഡി വളരെ കുറവാണെന്ന് തോന്നുന്നു. അങ്ങനെ പറഞ്ഞു. സൂപ്പർ ലോട്ടോ അടിച്ചെന്ന് പറഞ്ഞപ്പോ സൂപ്പർ ഓട്ടോ അടിച്ചെന്ന് പറയുന്നു. അത് പറയേണ്ട കാര്യം എന്താ ഇവിടെ? ഞാൻ പറഞ്ഞിട്ട് എന്തിനാണ് ഈ ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞാൽ അവന് കെട്ടിച്ചു കൊടുക്കേണ്ട കാര്യം എന്താണ്? ഉണ്ട്. അവന് എത്ര സമ്പത്ത് എത്രയെന്നറിയോ? $2500 മില്യൺ ഡോളറാണ്. $2500 മില്യൺ ഡോളറാണ്, അറിയാമോ ആസ്തി? ഇന്ത്യൻ റുപ്പി കൂട്ടി നോക്കൂ. 2500 മില്യൺ ഡോളർ ഇന്ത്യൻ റുപ്പി കൂട്ടി നോക്കൂ ടോണി. 1 മില്യൺ 2 മില്യൺ 3 മില്യൺ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എനിക്കല്ലല്ലോ ലോട്ടറി അടിച്ചത്, അവനല്ലേ ലോട്ടറി അടിച്ചത്. അപ്പൊ പിന്നെ അവൻ കണക്കൂട്ടിയാ പറയാം, ഞാൻ എന്തിനാണ് കണക്കൂട്ടുന്നത്? ഹലോ ഫ്രാങ്ക്ലിൻ, നാളെ 10:30ക്കാണ് കല്യാണം. നിങ്ങളുടെ താമസം ഞാൻ മസ്കറ്റ് ഹോട്ടലിലാണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഡ്രൈവർ വന്ന് പിക്ക് ചെയ്യും. 10:30 തന്നെ എത്തിയേക്കണേ. ഓക്കെ ശരി. പപ്പാ, ഞാൻ പപ്പയ്ക്ക് വിളിക്കുന്നുണ്ട്. നീ എന്തുവാണ് കാണിച്ചത്? ഞാൻ എന്തോ കാണിച്ചു പപ്പ? സച്ചിൻ ടെണ്ടുൽക്കറെ മകൾക്ക് കഴിക്കാൻ പറ്റുന്ന സാധനം എന്നിട്ട് കഴിക്കേണ്ട കാര്യം ഗുലാബ് ജാം എടുത്ത് കഴിക്കേണ്ട കാര്യം എന്തുവാ? കഴിച്ചത് പോട്ടെ, അത് പോക്കറ്റിൽ എടുത്തിട്ടുണ്ട് പോട്ടെ കാര്യമുണ്ട്. അതെന്താ പോക്കറ്റിലെടുത്തിട്ട്? അത് ഗുലാബ് ജാം ആയിരുന്നാ? ഞാൻ വിചാരിച്ചു ചൂട് ഉണ്ണിയപ്പെടുത്ത് വെള്ളത്തിട്ടേക്കുന്നല്ലേ ഞങ്ങൾ. ചൂട് ഉണ്ണിയപ്പം? ഇവന് ഉണ്ണിയപ്പം വേണമെങ്കിൽ ഞാൻ ഒരു ലോഡ് ഇറക്കി കൊടുക്കില്ലായിരുന്നു. നീ എന്തോ ചെയ്തു? നിനക്ക് മാനേഴ്സ് എന്ന് പറഞ്ഞ സാധനം ഇല്ല ഫെറാറി? ഈ ഗുലാബ് ജാം എടുത്ത് പോക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? ഞാൻ ഇന്ന് തന്നെ രാവിലെ തന്നെ ഈ ബിരിയാണി കട അണ്ടിപ്പരിപ്പെടുത്താണ്ട് പോക്കറ്റ് ഇട്ടിട്ടുണ്ടല്ലോ. എന്റെ അടുത്ത് ആരും ചോദിച്ചില്ലല്ലോ. ആ കേക്ക് ഇരുന്ന ചെറിയില്ലേ, നേരത്തെ പോക്കറ്റ് ഇട്ടു, അതിന്റെ അടുത്ത് ആരും ചോദിച്ചില്ലല്ലോ. ടോണി,
ഈ സഞ്ചരിക്കുന്ന ബേക്കറിയെ ഇന്ന് ഇവിടുന്ന് പാക്ക് ചെയ്തോ. അല്ല ഞാൻ പറഞ്ഞോട്ടെ, യഥാർത്ഥത്തിൽ അവന്റെ കോട്ടിൽ 3 പോക്കറ്റ് ആയത് ഭാഗ്യം. ആ കോട്ട് മൊത്തം പോക്കറ്റ് ആയിരുന്നെങ്കിൽ മിക്കവാറും അവൻ കോട്ട് ബൊഫേ നടത്തിയാണ് ഇവിടെ മൊത്തം. അല്ല ഇത് വലിയ വിഷയമാക്കേണ്ട കാര്യമുണ്ടോ? വിഷയമാക്കേണ്ട ഈ കല്യാണ പെണ്ണത്ര വിഷയമാക്കേണ്ട കാര്യമുണ്ടോ? ഒരു ഗുലാബ് ജാമുൻ എടുത്ത് കഴിച്ചേന് ആ പെങ്കൊച്ചിപ്പോ പറയണെന്താ അറിയാമോ മുതലാളുടെ മോള്? എന്തോന്നാ പറയുന്നത്? കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. താല്പര്യമില്ലെന്നോ? പിന്നല്ലാതെ. അതെന്താ കാര്യം? എടാ ചെന്ന് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ കൊച്ചിനോട് ഒന്ന് മാപ്പ് പറയാൻ നോക്ക്. ഞാൻ ചെന്ന് മാപ്പ് പറഞ്ഞപ്പോ എന്നെ നോക്കിയിട്ട് ഒരു ഹും വെച്ചു. ഞാൻ അപ്പൊ തന്നെ ഹോ വെച്ചു കൊടുത്തു. കാരണം എന്നെ പഠിച്ച സാറന്മാർ എന്താ പറഞ്ഞിട്ടുള്ളത്, മേം കർത്താവുമ്പോ ഹും വെച്ച് കഴിഞ്ഞാൽ തുമ്പ് കർത്താവുമ്പോ ഹോ വെച്ചു കൊടുക്കണമെന്നോ. ടോണി എവന്റെ അടുത്ത് പറ ഇവിടെ കിടന്ന് വാ വെക്കലെന്ന്. കോട്ടിട്ടോമാര് കോഴിക്കാലിന് അറിയോ ഇവനെ? മുതലാളി ഞാൻ വേറൊരു കാര്യം പറയാം. മുതലാളിയെ വൺ മിസ്റ്റർ അന്തോണി തിരക്കിയായിരുന്നു. ആര്? അന്തോണി. ആ ലോക്കൽ പേരുള്ള ഒരുത്തനെ എന്നെ തിരക്കിന്ന് പറയേണ്ട ആവശ്യമില്ല. എന്നെ തിരക്കിയെന്ന് അന്തോണിയേ അല്ലെന്ന് മുതലാളി. മുതലാളിയായിട്ട് നല്ല പരിചയമുള്ളതാണെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ഏതന്തോണി? ബ്ലഡി 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 നോ പരിചയം. അല്ല മുതലാളി കല്യാണം വിളിച്ചിട്ട് വന്നെന്ന് പറഞ്ഞു. ഏതന്തോണി? ആ കോട്ടിട്ടുണ്ട് നിൽക്കുന്ന അന്തോണി. പെടലെ അദാനി. ആ നിൽക്കുന്ന അദാനിയാണ്. അന്തോണിയാണ് അദാനി. തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് എന്നെ പടിയടച്ച് പിണ്ട പെപ്പിക്കാൻ നീ. അല്ല ഈ തിരുവനന്തപുരം എയർപോർട്ടിലെ പടിയടച്ച് പിണ്ടൊക്കെ വെക്കൂ. അതും എടുത്ത് പോക്കറ്റിലോട്ട് ഇടാനാണ്. ഞാൻ പറയട്ടെ, ഇയാളെ സത്യം പറഞ്ഞ കല്യാണത്തിന് കൊണ്ടുപോട്ടെ. ഞാൻ ഈ പെണ്ണ് കാണാൻ വന്നപ്പോഴും ഇവന് ഞാൻ ശ്രദ്ധിച്ചാണ് മുതലാളി. പെണ്ണ് കാണാൻ വന്നപ്പോഴേ എത്ര കമ്പനിയിലുണ്ട്? എത്ര മൾട്ടിനാഷണൽ കമ്പനി? അങ്ങനെയൊന്നും കളിയാക്കരുത്. 4 രാജ്യങ്ങളായിട്ട് 4 മൾട്ടിനാഷണൽ കമ്പനിയുള്ള ഒരു മുതലാളി ഞാൻ. ഇനി ഒരു മൾട്ടിനാഷണൽ കമ്പനി തുടങ്ങാൻ ഒരു രാജ്യത്തെ പിറകെ നടക്കുവാണ്. പക്ഷെ ആ രാജ്യത്തിന്റെ പേര് എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് ഞാൻ നടത്താത്തത്. അതേത് രാജ്യം? അതാണ് ഈ രാജ്യം. സാൻ ഫ്രാൻസിസ്കോ. ആ നല്ലോണം പറയുന്നുണ്ടല്ലോ. അവിടെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയെ നടത്തി നിങ്ങൾ നോക്കൂ. നിങ്ങൾ നോക്കൂ. ആദ്യം ഇവിടുത്തെ പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാം, എന്നിട്ടല്ല അവിടെ പോയി കമ്പനി ഉണ്ടാക്കാനായിട്ട് നിൽക്കുന്നത്. മിസ്റ്റർ ടോണി, സാർ നിങ്ങൾക്കൊരു ചുമ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? സാർ ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ പറഞ്ഞ് പോയിട്ട് ആ മരുന്നിന്റെ പേര് പറഞ്ഞ അവിടെ നിന്ന് മരുന്ന് മേടിക്കും. ആണല്ലോ. ആണ് സാർ. പക്ഷേ മരുന്നിന്റെ പേര് പറഞ്ഞ് മരുന്ന് മേടിക്കാൻ അറിഞ്ഞൂടാത്ത ഇവൻ ചെയ്യുന്ന എന്തായിരിക്കും അറിയോ? എന്തുവാ? ആ മെഡിക്കൽ സ്റ്റോറിന്റെ ഫ്രണ്ടിൽ നിന്ന് ചുമച്ച് കുറച്ച് മരുന്ന് മേടിക്കും. ആ അവസ്ഥയിലുള്ള ഇവൻ ഞാൻ എങ്ങനെ പെൺകൊച്ചിനെ കെട്ടിച്ചു കൊടുക്കും? അല്ല അപ്പൊ അവന് ഈ ലൂസ് മോഷൻ വന്നു കഴിഞ്ഞാൽ ഇവൻ എങ്ങനെ പോയി മരുന്ന് മേടിക്കും? മുതലാളി എന്താ ആലോചിക്കുന്നത്? അത് ആലോചിക്കാനേ പറ്റൂ, ഇവിടെ പറയാൻ പറ്റില്ല. അല്ല സംഭവം എന്താണെന്നറിയാം മുതലാളി, ഞാൻ ഇവനെ കണ്ടപ്പോഴേ മനസ്സിലാക്കിയൊരു കാര്യമാണ്. ഇവന് ലോകപരിചയമില്ല. ഇവന് ലോകപരിചയം ഇല്ലാത്തതുകൊണ്ടാണ് ഇവന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് നടക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയണം. എന്താണ്? ഉദാഹരണമായി പറയുകയാണെന്നുണ്ടെങ്കിൽ വില്യം ഷേക്സ്പിയറിന്റെ ഹാംലെറ്റിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വില്യം ഷേക്സ്പിയറിന്റെ ഓംലെറ്റിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? കുട്ടഞ്ചേട്ട തട്ടുകടയിലെ നല്ല ബുൾസേ എടുക്കാണ്. സമയം താമസിച്ചാൽ കിട്ടൂല. എന്ത് വർത്തമാനമാണ് മുതലാളി ഇവർ പറയുന്നത്? ഇവന്റെ വർത്തമാനത്തിന് ഞാൻ പറഞ്ഞ ചിലപ്പോ ഇവർ തല്ലും. ഇടപെട് മുതലാളി. Ferrari? What do you mean? വില്യം ഷേക്സ്പിയറുടെ ഓംലെറ്റ്, കുട്ടൻചേട്ടന്റെ ചായക്കടയിലെ ബുൾസേ, ഇതാ താരതമ്യം ചെയ്യുന്ന വില്യം ഷേക്സ്പിയറുടെ ഓംലെറ്റ് എന്താണെന്നറിയോ? ഇല്ല. ഉള്ളി കൂടുതൽ ഓൺ സൈഡ്. അല്ല മുതലാളി, ഉള്ളി കൂടുതൽ ഓൺ സൈഡ്. ഇപ്പൊ രണ്ടിനും ഒരു ചരടി കെട്ടാൻ പോകുന്ന ഇതാണല്ലോ എന്റെ മുതലാളി. മുതലാളി ഇതെന്തോ പറയുന്നത്? ഇവനെ സത്യം പറഞ്ഞാൽ മുതലാളിയുടെ മോളെ കെട്ടിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. എന്താ? ഇവൻ അവിടെ പെണ്ണ് കാണാനായിട്ട് വന്നല്ലോ. പെണ്ണ് കാണാൻ വന്നപ്പോഴേ ഞാൻ മനസ്സിലാക്കിയത് ഇവനൊരു പമ്പര വീട്ടിയാണെന്നുള്ളത്. എന്ത് പറ്റി? പെണ്ണിന്റെ പേര് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു റിയാന്ന്. അപ്പൊ എന്റെ അടുക്ക ചോദിക്കുവാണ്, ആരെങ്കിലും പെങ്കൊച്ചിന് കറിയാന്ന് പേരിടുവോ? കുറച്ചുകൂടെ കഴിഞ്ഞ് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. കല്യാണത്തിന് 6 മണിക്കൂറേ ഉള്ളൂ. പപ്പ എന്റെ ജീവിതം എങ്ങനെയാണ് ഞാൻ നടത്തിയെന്നറിയാമോ? എങ്ങനെയാ നിന്റെ ജീവിതം? ഞാൻ അച്ഛനില്ലാതെ പറഞ്ഞ ഒരു കുഞ്ഞാണ്. കഴപ്പണം കേട് കാരണം പുള്ളിക്കാരൻ ഇറങ്ങി ഓടിയതായിരിക്കും വീട്ടിൽ. അതല്ല, ഞാനൊരു ടെസ്റ്റ് ട്യൂബ് ശിശുവായിരുന്നു. എന്നിട്ടാണ് ഒരു ബൾബിന്റെ ബുദ്ധി പോലെ ഇവിടെ കാണിക്കാത്ത നീ? ശിശുവായ നീ ഗുലാബ് ജാം എടുത്ത് തിന്നവനെ. ഞാൻ കുടുംബം നോക്കി എങ്ങനെയാ എന്റെ 2 പെങ്ങളെ ഞാൻ കെട്ടിച്ചയച്ചത്. എങ്ങനെ? എന്റെ പെരേഡ് പിടിച്ചാണ് ഞാൻ കെട്ടിച്ചയച്ചറിയാമോ? അവർക്ക് ശ്രീധരമായിട്ട് എന്റെ 2 പെങ്ങൾക്കും ഞാൻ പെരേഡ് എഴുതി കൊടുത്തറിയാമോ? എത്ര സെന്റ് ഉണ്ടായിരുന്നു? 6 സെന്റ് പെരേഡ് ഉണ്ടായിരുന്നു. അപ്പൊ അളിയന്മാർക്ക് വേഷ കിട്ടിക്കാണുമല്ലോ. 2 പേരും മൂടി തിരിച്ചായിരിക്കും 6 സെന്റ് കിടക്കുന്നല്ലേ. 6 സെന്റ് കൊടുത്തിട്ട് ന്യായം പറയുന്നു. ഞാൻ പറഞ്ഞെ, ഇവിടെ എന്തൊക്കെ വിവരക്കേടാണ് നീ കാണിച്ചു വെച്ചത്? ഞാൻ എന്ത് വിവരക്കേട് ഇവിടെ കാണിച്ചു? എന്ത് വിവരക്കേട് കാണിച്ചു വെച്ചത്? എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്ത് കോംപ്രമൈസ് ചെയ്യാൻ പറ. ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാ അവളെ ഇഷ്ടം കിട്ടും. കിട്ടും. ഇത്രയും കോടികളുള്ള എനിക്ക് ഒരു ഗിഫ്റ്റ് മേടിക്കും നിസ്സാരം. ഞാൻ ഗിഫ്റ്റ് മേടിച്ച് എന്റെ പെണ്ണ് കൊടുക്കും. എന്തോ ഗിഫ്റ്റ് കൊടുക്കും? ഞാൻ ചൂടായ ഒരു മുട്ട പപ്സ് മേടിച്ചു കൊടുക്കും. മുട്ട പപ്സ്. മിസ്റ്റർ ഫെറാറി, 2 ലക്ഷം രൂപയുടെ മേക്കപ്പാണ് എന്റെ മോളുടെ മുഖത്തിട്ടേക്കുന്നത്. അതെ. അതിൽ 15 രൂപ മുട്ട പപ്സിന്റെ പൊടി വെച്ച് തേക്കേണ്ട കാര്യമുണ്ട്?
അതാണ് നിങ്ങളുടെ ഗിഫ്റ്റ്. അല്ല, അല്ല. അതിന്റെ ആവശ്യമുണ്ടോ? എന്റെ ആവശ്യമില്ല പപ്പ. ഈ ബോർമയെ ഇവിടുന്ന് പറഞ്ഞു വിട്ടോളണം. ഈ മുട്ട പപ്സ് ബോർമയെ ഇവിടുന്ന് പറഞ്ഞു വിട്ടോളണം. ഈ ബോർമയെ ഓർമ്മേ പിന്നെ അല്ലാതെ ഈ ബോർമയെ ഇവിടുന്ന് പറഞ്ഞു വിട്ടോ. കുറെ നേരത്തോട് ഞാൻ സഹിക്കുകയാണ്. ഞാനും ഒരു കോടീശ്വരനാണ്. നിങ്ങൾ എന്തിനാ കളിയാക്കുന്നത്? നിങ്ങൾ ഭയങ്കര കോടീശ്വരൻ. കുറെ കോട്ടുധാരിയെ കുറെ ഭക്ഷണം വിളമ്പി വെച്ച് കഴിഞ്ഞാൽ കോടീശ്വരനാവും. നിങ്ങളെ കോടീശ്വരനല്ല, നിങ്ങൾ വെറും ഒരു പുങ്കനാണ്. പുങ്കൻ. എന്താ വിളിച്ചത്? പുങ്കൻ. എന്റെ മുതലാളിയെ പുങ്കനെന്നോ? ആ. അങ്ങനെ പറഞ്ഞു. പാത്രം വീണാൻ തോന്നുന്നു. പാത്രം വീണല്ലേ? ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞു. എന്റെ മുതലാളിയെ പുങ്കനെന്നോ? ആ. ഈ നിൽക്കുന്ന എന്റെ മുതലാളി ആരാന്ന് എനിക്കറിയോ? ഇല്ല. എന്റെ മുതലാളിയെ കുറിച്ച് അറിഞ്ഞുകൂടാത്തോണ്ടാണ് ഞാൻ വർത്താനം പറഞ്ഞത്. എന്റെ മോള് കുഞ്ഞായിരുന്ന സമയത്ത് ടോണി, no. മുതലാളി, ഞാൻ പറയും മുതലാളി, മുതലാളിയുടെ സ്നേഹമാണ് മുതലാളി. എന്റെ മോള് കുഞ്ഞായിരുന്ന സമയത്ത് എന്റെ മുതലാളിയുടെ മടിയിരുത്തിയാണ് 28 കെട്ട് കെട്ടിയത്. ഓഹോ. എന്റെ മോൾ ഇത്തിരി വളർന്ന് പഠിക്കാറായപ്പോൾ എന്റെ മോളുടെ വിദ്യാഭ്യാസ ചെലവുകൾ മൊത്തം നോക്കിയത് എന്റെ ഈ നിൽക്കുന്ന മുതലാളിയായിരുന്നു. പറയും മുതലാളി, ഞാൻ പറയും മുതലാളി. അതെല്ലാം കഴിഞ്ഞ് എന്റെ മോളിന് ഒരു ജോലി കിട്ടിയ സമയത്ത് എന്റെ മോളെ നേരെ UK കയറ്റി വെച്ച ഒരു ജോലി നേടിക്കൊടുത്തത് ഈ നിൽക്കുന്ന എന്റെ മുതലാളിയാണ്. ടോണി, no. എന്റെ മോളെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. കറക്റ്റ് മുതലാളി. അല്ല, മുതലാളിയാണ് പൈസ ശരിയാക്കി തന്നിട്ടുള്ള കാര്യം പറഞ്ഞു വന്നപ്പോഴത്തേക്ക് പറഞ്ഞു പോയത്. What do you mean, Tony? പറയാം മുതലാളി. What do you mean, Tony? എത്രയൊക്കെ സമ്പാദ്യങ്ങൾ ഉണ്ടായിട്ടും ഒരഹങ്കാരവും കാണിക്കാത്ത ഒരു മനുഷ്യ സ്നേഹിയാണ് എന്റെ മുതലാളി. നിങ്ങൾ താമസിക്കുന്ന ദുബായ് ഉണ്ടല്ലോ, ദുബായിലെ ബുർജ് ഖലീഫ, അതിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ എന്റെ മുതലാളിക്ക് റൂമുണ്ട്. ആ മൊനയില മൊനയിലല്ല, ഇത് താഴത്തെ റൂം മുതലാളിയുടെ. അതല്ലാതെ ഈ നാട്ടിൽ തന്നെ എത്രയോ സ്വത്തുക്കൾ മുതലാളിക്കുണ്ട്. 45,000 സ്ക്വയർ ഫീറ്റ് വീടാണ് എന്റെ മുതലാളിക്കുള്ളത്. അതിൽ തന്നെ 26 ബെഡ്റൂം, 56 ബാത്റൂം. ഇതിന് ഓടിയൊന്നും സാധിക്കാൻ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും 1 കോടി രൂപയുടെ കട്ടിലാണ് എന്റെ മുതലാളി ഇവിടെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. 1 കോടിയുടെ Tony, no. പറയും മുതലാളി, ഞാൻ പറയും. എനിക്കത് പറഞ്ഞേ പറ്റൂ. ഇന്നേ വരെ എന്റെ മുതലാളി ആ 1 കോടിയുടെ കട്ടിലിൽ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്റെ മുതലാളി അടുക്കളയിൽ ഒരു ചടച്ചാക്ക് വിരിച്ച് വേലക്കാരി തക്കിമ്മയുടെ കൂടെയാണ് കിടന്നുറങ്ങുന്നത്. ഞാൻ കണ്ടുകൊണ്ട് കണ്ടിട്ടുള്ളതാണ്. What do you mean? അവൻ എന്ന പുങ്കനെന്ന് മാത്രമല്ലടാ വിളിച്ചോളൂ. ആ പുങ്കനെ പൊക്കിയെടുത്ത് നീ എവിടെ കൊണ്ടുപോയി? അടുക്കളയിൽ തങ്കമ്മേനെ കൂടെ ചരച്ചാക്കി കൊണ്ടിട്ട് ഇതിന് നീ മറുപടി പറയണം ടോണി. നിന്റെ 4 തലമുറ എനിക്ക് മറുപടി തരണം. ഈ കുടുംബത്തിന് എനിക്ക് ബന്ധം വേണ്ട. അയ്യേ, ഇങ്ങനെ ഒരു കോടീശ്വരനാ വേലക്കാരോട് കിടന്നുറങ്ങുന്ന കോടീശ്വരൻ. നാണക്കേട്. എനിക്ക് കുടുംബത്തിന് ബന്ധം വേണ്ട. എനിക്ക് ടോണി, ഈ നാട്ടുകാർ മൊത്തം നോക്കി കല്യാണം നടക്കൂല. ഇങ്ങനെ അടുക്കളക്കാർ കൂടെ കോടീശ്വരൻ കിടന്നുറങ്ങിയേക്കുന്നത്. ആളിരിക്കണം സൈലന്റ് പ്ലേസ്. ആളിരിക്കണം സൈലന്റ് പ്ലേസ്. സഞ്ജു, ഹായ്. എന്റെ ഭാഗത്ത് നിന്നൊരു തെറ്റാണല്ലോ. സ്ക്രിപ്റ്റിൽ ചെറിയൊരു തിരുത്ത് വരുത്തിയാലോ? എന്ത്? ഈ ചണച്ചാക്കി കിടന്നത് മുതലാളിയുടെ പപ്പയാണെന്ന് പറഞ്ഞാലോ? പരനാറി. എന്റെ പപ്പ ഈ തങ്കമ്മ കേട്ടിട്ടുണ്ടാ? എന്താണ് അതിന്റെ ആവശ്യം? ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. നടക്കുമെങ്കിൽ നടക്കട്ടെ മുതലാളി. ചണച്ചാക്കിൽ നീയും തങ്കമ്മേനെ കിടന്നെന്ന് പറഞ്ഞാലേ അത് ശരിയാവില്ല മുതലാളി. എന്ത്? എനിക്ക് നിലത്ത് കിടന്ന് കഴിഞ്ഞാൽ നടുവേദന എടുക്കും. ഒരു കാര്യം ചെയ്തല്ല, ആ റൂം തരുവായിരുന്നെങ്കിൽ ഞങ്ങൾ രണ്ടും കൂടെ വേണമെങ്കിൽ അവിടെ പോയി കിടക്കായിരുന്നു. ഞാൻ കഥീത ലോഡ്ജ് നടത്തുമല്ല. പോയി ചെന്ന് പറയണേ എങ്ങനെയെങ്കിലും കല്യാണം നടത്തണം. എന്തോ നാണക്കേട്. ഈ മുതലാളി കാണിച്ച വേറെ വൃത്തിയാണ്. എനിക്ക് കുടുംബത്തിൽ കല്യാണം വേണ്ട. അല്ല, ഞാൻ പറയട്ടെ, ഞാൻ ആ പെൺകൊച്ചിനെ എങ്ങനെയെങ്കിലും ഒക്കെ പറഞ്ഞ് റെഡിയാക്കാം. നിങ്ങൾ ചുമ്മാ അങ്ങനെ ഇല്ലാതൊന്നും പറയണ്ട. ഒരു കാര്യം ചെയ്യും, മുതലാളിയുടെ അടുക്കൽ എന്തെങ്കിലും കൂടുതലായിട്ട് വേണമെന്ന് പറ, മുതലാളി തരും. എന്റെ മുതലാളി എന്ന് പറഞ്ഞാൽ വെറും പാവമാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു 5 കോടി രൂപ വില വരുന്ന വേറാറി കാർ വേണം. ഫെരാരി കാർ എന്നാണ്. അതാണ് കറക്റ്റ്. മുതലാളി, അവൻ കല്യാണത്തിന് സംഭവിച്ചിട്ടുണ്ട്. ആണല്ലേ? 5 കോടി രൂപ വില വരുന്ന ഒരു ഫെരാരി കാർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. 5 രൂപ ചണച്ചാക്കാണ് നിന്റെ വായിന്ന് നേരത്തെ പോയത്. അതിന് ഞാൻ വില കൊടുക്കേണ്ടി വന്നത് എന്താണെന്നറിയാം? 5 കോടി രൂപയുടെ ഫെറാറി കാർ. ഇതിന് നീ മറുപടി പറയണം. ഇതിന് എല്ലാത്തിനും ഫെറാറി കാർ ഓക്കെ. അപ്പൊ ഓക്കെ ആണല്ലോ. കല്യാണത്തിന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് വാ. നമുക്ക് അവിടെ ചെന്നിട്ട് പെണ്ണിനെ കണ്ട് കാര്യങ്ങളൊക്കെ കല്യാണം. അമ്മച്ച് ഒരു കല്യാണം നടത്തണമെങ്കിൽ എന്തോരം പാടാണ്. സഞ്ജു സാംസൺ, എന്തുകൊണ്ട് വിശേഷം? കഴിഞ്ഞ കളി കിണ്ണം കാച്ചി കളിയായിരുന്നു കേട്ടോ. എന്തോ അടിയാ അടിച്ച് പറപ്പിച്ചത്. തിളക്കമുള്ള ഷൂ അടിച്ച പണക്കാർക്ക് ഇതാ ഗുണം. മുടി പോകാൻ കണ്ണാടി വേണ്ട. മുതലാളി എന്തോ ഓൾറെഡിക്ക് ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. മോൾക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഓക്കെയാണ്. പിന്നെ അവനുണ്ടല്ലോ ഫെറി, അവനെ കൊണ്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായി. എന്താണ്? നമ്മുടെ യൂസഫ് അലി സാറുണ്ടല്ലോ, നേരെ ഇങ്ങോട്ട് നടന്നു വരുമായിരുന്നു. ഹായ് മിസ്റ്റർ ആസിഫ് അലി എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ചെന്ന് ഒറ്റ കെട്ടിപ്പിടുത്ത പുള്ളിയും പറിച്ച് താഴ്ത്തിട്ട് അവിടെ ഒരു പ്രശ്നമായിട്ടിരിക്കുവാണ്. പിന്നെ അല്ലാതെ മറ്റേ നമ്മുടെ ഈ ഒരു ബർഗർ ഉണ്ടല്ലോ, മറ്റേ നമ്മുടെ ക്രിക്കറ്റ് കളിക്കാരൻ, ദക്ഷിണാഫ്രിക്ക ബൗളർ. ആ
ആ പുള്ളിക്കാരൻ ഇപ്പൊ രാജസ്ഥാൻ യൂണിവേഴ്സിറ്റി കളിച്ചോണ്ടിരിക്കും. അതെ. ഞാൻ എന്ത് ചെയ്തറിയാമോ, ഈ പുള്ളിക്കാരൻ അപ്പുറത്തെ റൂമിൽ കൊണ്ടിരുന്നിട്ട് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ഓക്കെ. എന്നിട്ട് ഇവനോട് ഞാൻ ചെന്നിട്ട് പറഞ്ഞേ അപ്പുറത്തെ റൂമിൽ ബർഗർ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി ഓടിച്ചെന്ന് ബർഗറിന്റെ തലയെ പിടിച്ചൊരു ഒറ്റ കടിയായിരുന്നു. ടോണി ഇനി ഒന്നും നോക്കണ്ട, കല്യാണം ക്യാൻസൽ. അയ്യോ അങ്ങനെ പറയരുത് മുതലാളി, കല്യാണം ക്യാൻസൽ ചെയ്യരുത്. എന്തോരം വലിയ VIP-കളാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത്ര ആൾക്കാർ നിൽക്കാൻ നിർത്തി കല്യാണം ക്യാൻസൽ ചെയ്യുന്ന പറഞ്ഞാൽ എന്തുമാത്രം ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. ആ ചെറുക്കൻ പൊക്കോട്ടെ, നമുക്ക് നല്ലൊരു ചെറുക്കനെ മോക്ക് വേണ്ടി കണ്ടെത്താം. എന്തായാലും നമുക്ക് കല്യാണം നടത്തട്ടെ. ഒരു കാര്യം ചെയ്താലോ, മുതലാളിയുടെ ഭാര്യ എന്തായാലും മരിച്ചില്ലേ, ആ ചടച്ചാക്കും തങ്കമ്മയും ഫ്രീ ആണ്. എന്നാ പിന്നെ മുതലാളിക്ക് ആ കല്യാണം കഴിച്ചുകൂടെ? ടോണി, എന്തോ you are suspended. This way, very different than the celebrities of Sanju Samson. This is Deon's on hero Ambani. Perla, this man is gone. Man is cat. Body. എനിക്കൊന്നും മനസ്സിലായില്ല. ഈ സ്കിറ്റിന്റെ സെക്കൻഡ് ഭാഗം ഉണ്ട്, അതിൽ മനസ്സിലാവും. അപ്പൊ ചേട്ടന്മാരെ, സ്കിറ്റ് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നേരെ ഇനി കമന്റ്സിലേക്ക് പോവാം. സ്റ്റാർട്ടിംഗ് വിത്ത് ഷാജി ചേട്ടൻ. മനു, ഷെൽവൻ, ശ്യാം ഉഗ്രൻ ടീമാണ് കേട്ടോ. ഉഗ്രൻ ടീമായിരുന്നു, ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നു. ഓരോ എല്ലാ ഡയലോഗ്സിലും ചിരിക്കാനുള്ള ഉണ്ടായിരുന്നു. ടോണി എന്നുള്ളതെന്ന് വിളിക്കുമ്പോഴേ നമ്മൾ ആക്ച്വലി അതിൽ കൗണ്ടർ അല്ലെങ്കിൽ പോലും ആ നിപ്പും കാര്യങ്ങളും 3 പേരും ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. മനു ഒരു ഏരിയ മുഴുവൻ മനുവിൻ്റെ കയ്യിലായിരുന്നു. കുറേ ഡയലോഗ്സ് പോർഷൻ മുഴുവൻ കയ്യിലായിരുന്നു. അതെല്ലാം വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അതെല്ലാം കംപ്ലീറ്റ് ചെയ്തു. 3 പേരും കട്ടക്കായിരുന്നു. ശരിക്കും പറഞ്ഞ ഒരു എന്താ പറയുക, ഒരു നല്ല സിനിമ കണ്ടിറങ്ങിയ ഒരു ഫീലാണ്. അത്ര കട്ടക്കായിരുന്നു. അടിപൊളിയായി. സൂപ്പർ. Thank you. സൂപ്പർ. അടിപൊളി. താങ്ക് യു ചേട്ടാ. പ്രജോത് ചേട്ടാ. സെൽവ, ചേട്ടാ. മനു, ശ്യാമേ, കൗണ്ടർ മഴയായിരുന്നു കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ തുടക്കം മുതലുള്ളൊരു സാധനങ്ങൾ, ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങോട്ട് പിടിച്ചിട്ട് 3 പേരും പറന്ന് നിൽക്കുകയായിരുന്നു. സെൽവനൊക്കെ മുതലാളി എന്ന് പറഞ്ഞാൽ ഇത്ര കട്ട മുതലാളി. ടോണി നോ. ആ സാധനം അല്ല നസറുക. പിന്നെ സത്യം പറയാം, ഈ നമ്മുടെ ഐറ്റം വരെ ഫ്ലോറിൽ അംബാനി സച്ചിനൊക്കെ വരുന്ന ആദ്യത്തെ കല്യാണമായിരുന്നു. അത്രയ്ക്ക് കാര്യം അറിയോ സെൽവ, ഈ നിങ്ങൾ കളിക്കുമ്പോഴൊക്കെ ആരൊക്കെ ഇവിടെയൊക്കെ ഉണ്ടെന്നുള്ള പ്രതീതി നിങ്ങൾ തന്നു. അവിടെ നിൽക്കി മിണ്ടരുത്, അവിടെ ആൾക്കാർ നോക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഇതുണ്ട്. പിന്നെ ഓരോ കൗണ്ടറുകൾ രസമാണ്. ആ കോട്ടിട്ട് മറ്റേ അന്താണി അല്ലടാ, അത് അദാനി എന്ന് പറയുന്നൊരു സാധനം. പിന്നെ എയർപോർട്ടിലേക്ക് സംഭവം. അതിൻ്റെ ഇടയിലേ മുതലാളി എന്താ ആലോചിക്കുന്നത്, എനിക്ക് ആലോചിക്കാനല്ലേ പറ്റും, അവിടെ പറയാൻ പറ്റില്ല. അല്ല, അത് കൂടാതെ തന്നെ നമ്മുടെ ഏറ്റവും അധികം ചിരിച്ചു പോയ സാധനമുണ്ട് ഷേക്സ്പിയറിന്റെ ഓംലെറ്റിന്റെ. അതൊരു രക്ഷയില്ല സെൽവ. പിന്നെ സെന്റ് ഫ്രാൻസ് അത് പറയുമ്പോഴാണ് മറ്റേ ഇവൻ എഴുതി കാണിക്കുന്ന കാര്യം പറയുന്നത്. അത് ഈ ശ്യാമന് ഇതുണ്ടായിരുന്നു. മനു അത് പറഞ്ഞപ്പോൾ നന്നായിട്ട് പറയുന്നുണ്ടല്ലോ അവിടെ ഉള്ള തുടങ്ങിക്കൂടെ. അങ്ങനെ കൗണ്ടർ ചേർത്ത് വെച്ചിട്ടൊരു ഉഗ്രം പരിപാടിയായിരുന്നു. പിന്നെ വേലക്കാരി തങ്കമണിയായിട്ട് കിടക്കുന്നു. അത് കഴിഞ്ഞിട്ട് ചണച്ചാക്കിക്കൊണ്ട് എടാ എവിടെ നിന്ന് ഞാനാണ് എന്നെ അവസാനം പുങ്കൻ എന്നല്ലേ പറഞ്ഞുള്ളൂ. ആ പുങ്കനെ കൊണ്ട് നീ ചണച്ചാക്കി കൊണ്ടിരുത്തിയില്ലടാ. കൗണ്ടർ എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കണം സ്കിറ്റ്, അതായത് നിങ്ങളും ആസ്വദിച്ച് കളിച്ചു എന്നുള്ളതാണ്. പിന്നെ ക്ലൈമാക്സിലേക്ക് വന്നപ്പം അതും സെൽവൻ വളരെ ഭംഗിയായിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചു. നമുക്കത് രണ്ടാമത്തെ ഭാഗത്ത് കാണാമെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. ശരിക്കും പറഞ്ഞാൽ അതെങ്ങനെ ചെയ്യാവോ അത് വളരെ വൃത്തിയായിട്ട് നിങ്ങൾ ചെയ്തു. 3 പേരും പൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു. സൂപ്പർ. ഷൂവിൽ തല ചെയ്യുന്നതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അതെ. ഒരു മുതലാളിയുടെ മാക്സിമം ചീപ്നെസ്. ഓക്കെ, അടുത്തതായിട്ട് നസീറിക്ക. അടിപൊളി, ഗംഭീരമായിരുന്നു, ഗംഭീരം. സെൽവന് നേരത്തെ തൊട്ട് ഈ കോട്ടിനോട് പ്രത്യേക ഒരു അല്ലേ, കോട്ട് എന്ന് പറയുന്നത് നല്ലൊരു റോയൽ കോസ്റ്റ്യൂമാണത്. നല്ലൊരു കോസ്റ്റ്യൂമാണ്, നല്ലൊരു ഡ്രസ്സാണ്. പക്ഷേ അത് സെൽവൻ ഇടുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആകുകയാണ്. ക്യാരക്ടറുകൾ മൊത്തം ഇതേപോലെ ഉളത്തരങ്ങൾ പറയുന്ന ക്യാരക്ടറായി മാറുവാണ് ഈ കോട്ടിട്ടുകൊണ്ട്. ആ കോട്ട് പിടിച്ചുകൊണ്ടാണ് കാര്യം. ഇത്രയും വലിയ കല്യാണത്തിന് മൊത്തം കോട്ടിട്ടവരെയാണ് സംബോധന ചെയ്യുന്നത്. അവിടെയാണ് മറ്റേ പുള്ളി ആ ഒരു നാടൻ പേരുള്ള ഒരാൾ വരുമ്പോൾ ഈ ദേഷ്യപ്പെടുന്നതൊക്കെ. അപ്പോൾ കോട്ടിട്ട ആളല്ലാത്തത് കൊണ്ടാണ് ആ പേരും ആ കൾച്ചറിലേക്ക് വരെ എത്തി. അപ്പോൾ എന്തായാലും ഗംഭീരമായിട്ട് കേട്ടോ 3 പേര്. പക്ഷെ ക്ലൈമാക്സിലെ സെൽവൻ്റെ ആ പഴയ ബുദ്ധി തന്നെ അത് മാത്രമേ ഉള്ളൂ. കാര്യം മിക്ക ഇങ്ങനെ ഭയങ്കര കൗണ്ടറുകൾ കൊണ്ട് നിറഞ്ഞ സ്കിറ്റിൻ്റെ അവസാനം വരുമ്പം ക്ലൈമാക്സിലൊരു കുറവ് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ മനഃപൂർവ്വം കിട്ടാത്ത കൊണ്ടാണോ അതോ അതങ്ങനെ പോസ്റ്റ് ചെയ്ത് നിർത്തുന്നതാണോ? കിട്ടിയായിരുന്നു, ഇത് ഇങ്ങനെ ആക്കി എടുത്തതാ. ഉരുളോ അല്ലല്ലോ അല്ലേ? ഉരുളോ അല്ലല്ലോ. അല്ലല്ല. എന്തായാലും നിങ്ങളത് ക്യൂ കൊണ്ടായി വെച്ചിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഇതിന്റെ ബാലൻസ് പ്രതീക്ഷിക്കും. കൊണ്ടുവരണം. ഓക്കെ,
കൊണ്ടുവന്നില്ലെങ്കിൽ അന്ന് കളിക്കുന്ന അടുത്ത ഐറ്റത്തിന് ഇന്നത്തെ മാർക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അന്ന് അത് കുറയ്ക്കുകയും ചെയ്യും. ഓക്കെ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഇക്ക. അപ്പൊ എന്തായാലും സെക്കൻഡ് പാർട്ട് കൊണ്ട് വരാൻ മറക്കണ്ട. ഇക്ക പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും നല്ല കമന്റ്സ് ആണ് കേട്ടത്. അതുപോലെ തന്നെ നല്ല ഒരു പ്രൈസ് മണി കിട്ടും എന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് ഷാവ് ചേട്ടനോട് ആദ്യം ചോദിക്കട്ടെ. ചേട്ടാ 20,000 ആവാം. വാവ്, കിടിലൻ ഓപ്പണിംഗ്. 20,000 ഇക്ക. ഞാൻ ഒട്ടും കുറയ്ക്കുന്നില്ല, 20,000 രൂപ. അമ്പോ 40,000 ആയിട്ടുണ്ട്. പ്രജോദേട്ടാ ഫൈനൽ റിവീൽ ചെയ്താലോ? അല്ല, ഞാനിത് സ്പെഷ്യൽ മനു കുമ്പാരിക്ക് ഇച്ചിരി പൈസ കൂടുതൽ കൊടുക്കുന്നു. കാരണം മനു അത് കണക്ട് ചെയ്യാൻ പെട്ട പാട്, അതായത് മുതലാളി ആരെന്ന് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ പെട്ട പാട് മനുവിന് മാത്രമേ അറിയുള്ളൂ. അത് തെറ്റിയിരുന്ന പണി മൊത്തം പാളിപ്പോയി. നല്ല പണിയുണ്ട്, നല്ല പണിയുണ്ട്. അതിന് ഞാൻ സ്പെഷ്യലായിട്ട് അഡീഷണൽ തരിക. പിടിച്ചു. രൂപ നേടിക്കൊണ്ട് സിൽവർ പഞ്ചടിച്ചിരിക്കുകയാണ്. നമ്മളെപ്പോഴും പറയാറില്ല, ഇവര് കോട്ടും സൂട്ടും ഇട്ട് കഴിഞ്ഞാൽ മനുച്ചേട്ടൻ ഒരു ടൈയും കെട്ടിയാ പിന്നെ അങ്ങോട്ട് അഴിച്ചു വിടുന്നത് പോലെയാണ്. അഴിഞ്ഞാട്ടം. അതാണ്, കംപ്ലീറ്റ് അഴിഞ്ഞാട്ടമാണ്. പൈപ്പും കൂടെ വേണമായിരുന്നു ചെലവ്. അതെ. ഇന്ന് സിൽവർ പഞ്ച് അടിച്ചിരിക്കുകയാണ്. എന്ത് തോന്നുന്നു സെൽവരാജ് ചേട്ടാ? അടിപൊളി, വളരെയധികം സന്തോഷം. ഒത്തിരി ശ്രമിച്ചായിരുന്നു സ്കിറ്റിന് വേണ്ടി, നല്ലൊരു സ്കിറ്റ് കളിക്കാൻ വേണ്ടി. അപ്പൊ അതിന്റെ റിസൾട്ട് കിട്ടി, ഹാർഡ് വർക്കിന്റെ റിസൾട്ട്. വേറൊരു കാര്യം, സെൽവരാജ് ചേട്ടൻ സന്തോഷത്തിൽ കൂടുതൽ സംസാരിച്ചു അല്ലേ? സാധാരണ നമ്മൾ പഞ്ചടിച്ച് കഴിഞ്ഞിട്ട് സെൽവരാജ് ചേട്ടൻ സന്തോഷം ഇത്രേ പറയാറുള്ളൂ. അല്ല മീനാക്ഷി, വേറൊരു കാര്യം കൊണ്ട് നേരത്തെ പറഞ്ഞിട്ടുള്ളതെങ്കിലും ഒന്നുകൂടെ പറയായിരുന്നു. ഈ ടീമിന് ഇവർക്ക് ശ്യാം, സെൽവൻ, ഇങ്ങനെ ഈ ടീമിന് നമുക്ക് ഇപ്പം സിൽവർ കിട്ടിയാലോ അല്ലെങ്കിൽ ഗോൾഡ് കിട്ടിയാലോ, ഇനിയിപ്പോൾ 15 കിട്ടുന്നെങ്കിലും അവർ ഹാപ്പിയാണ്. സത്യം. എപ്പോഴും പ്രസന്നമായിരിക്കും അവർ. അവർക്കറിയാം അത് ഇതിൽ കുറഞ്ഞു പോയത് കൊണ്ടാണ് മാർക്ക് കുറഞ്ഞതെന്ന് അവർക്കറിയാം. അവർക്ക് അടുത്ത് നന്നാക്കും. അതിന് വലിയ ക്വാളിറ്റി ഉള്ള ടീം തന്നെയാണ് നിങ്ങൾ കേട്ടോ. ആ ഒരു മൈൻഡ് സെറ്റിന് ഒരു കൈയടി നൽകിക്കൊണ്ട് നമുക്ക് മനുഷ്യൻ എന്താ പറയാനുള്ളത് നോക്കാം. സന്തോഷമുണ്ട്, കാരണം നമ്മൾ നന്നായിട്ട് തന്നെ കഷ്ടപ്പെട്ട് രാത്രി ഒരുപാട് ടൈം ഇതിന് വേണ്ടിയിട്ട് ഇരുന്നു. പിന്നെ ക്ലൈമാക്സും ആയി വന്ന സമയത്ത് രാഴ്ചയാണ് നമുക്ക് സെക്കൻഡ് പാർട്ടിൻ്റെ ഒരു സാധനം ഇതിനകത്ത് വെക്കാം. എന്തായാലും അതിനകത്ത് നമുക്ക് പിടിക്കാൻ പറ്റും എന്നുള്ള രീതിയിലും പറഞ്ഞു. ഒരുപാട് സന്തോഷം. ഒരുപാട് സന്തോഷം. അല്ല, ഒരുപാട് ഇഷ്ടപ്പെട്ട് ഇരുന്നതിന്റെ ഫലം ഇന്ന് ഇവിടെ കിട്ടി. അല്ല, അത് രണ്ടും അവര് പറഞ്ഞായിരുന്നു. പഠിച്ചു വരുവായിരുന്നു പുള്ളി. അത് എഴുതണ സാൻ ഫ്രാൻസിസ്കോ പോലെ എഴുതണ. അടിപൊളി. അപ്പൊ എന്തായാലും സിൽവർ പഞ്ച് അടിച്ചിരിക്കുകയാണ്. അല്ല സെൽവ, അർജുന്റെ ഒത്തിരി പ്രോത്സാഹനം ഈ സ്കിറ്റിൽ ഉണ്ടായിരുന്നോ? സാറിന്റെ ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു ആ പ്രോത്സാഹനങ്ങള്? കിറ്റ് നന്നായിട്ട് ചെയ്യണമെന്ന്. ശ്യാമ് അത് പൂർത്തീകരിച്ചിട്ടില്ലായിരുന്നു. ശ്യാമിന്റെ പറഞ്ഞ് സന്തോഷം മാത്രം പോരാ. ഓക്കെ, അവര് പറഞ്ഞു ശ്യാമിന്റേതായ എന്തെങ്കിലും. ഈ സ്കിറ്റിന് ഒരുപാട് ഗ്രൂമേഴ്സ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതും ഫ്രഷ് പറയാതെ എല്ലാം അവര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ തരും. അടുത്ത സെക്കൻഡ് പാർട്ടിലും പഞ്ചടിക്കും എന്നൊരു ശബ്ദം എടുത്തിട്ട് പഞ്ചടിക്കും. റിസ്ക് എടുക്കണോ? എടുക്കാം അല്ലേ? അപ്പൊ വീണ്ടും സെക്കൻഡ് പാർട്ടുമായിട്ട് ഒരു പഞ്ചുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ചേട്ടന്മാരെ ബൈ. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ വേദിയിൽ ഇനി അടുത്തതായിട്ട് ഒരു പവർ പാക്ക് കോമ്പിനേഷൻ ആണ് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. ഇവരെല്ലാവരും നമുക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. ഞാൻ കൂടുതൽ ബിൽഡപ്പ് ഒന്നും തരുന്നില്ല. ഞാൻ അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. ലെറ്റ്സ് വെൽക്കം നമ്മുടെ സ്വന്തം പോൾസൺ ചേട്ടൻ, ബാസി ചേട്ടൻ ആൻഡ് ഷബു ചേട്ടൻ. ഇതായിട്ടും വേറെ ഹലോ ഹലോ ഹലോ, പെണ്ണുമ്പോൾ നിങ്ങൾ നമ്പർ നോക്കിട്ട് വിളി. ഇത് സോമൻസ് ബ്യൂട്ടി പാർലറാണ്. അപ്പൊ നിനക്ക് അങ്ങനെ പറയാ അറിയാ അല്ലേടാ? നീ എന്തോ പരിപാടിയാണോ നീ കാണിച്ചത്? എന്ത് കാണിച്ച്? എന്റെ മോൻ മുടിവെട്ടാൻ വന്നപ്പോ നീ എന്തോടാ കാണിച്ചേ? ഞാൻ അങ്ങോട്ട് പറഞ്ഞൊരു കാര്യം. നിങ്ങളുടെ മകൻ വന്നിട്ട് എന്നോട് പറഞ്ഞു അവന് മിലിറ്ററി അടിക്കണമെന്ന്. ഞാൻ നിങ്ങളെ അപ്പൊ തന്നെ വിളിച്ച് ചോദിച്ചോ, ചെറുക്കൻ ഇങ്ങനെ വന്നൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട് മിലിറ്ററി അടിക്കണമെന്ന്. അപ്പൊ നിങ്ങളെന്താ എന്നോട് പറഞ്ഞത്? അവൻ പറയുന്ന കൂട്ടം അങ്ങ് അടിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ 3 ബാഗ് ഒഴിച്ചു കൊടുത്തു. അവൻ മണക്കം നടിയും കഴിഞ്ഞാൽ പോയത്. അറിയാവോ? നിങ്ങൾ ചോദിച്ചിട്ടാണ് ഞാൻ കൊടുത്തത്. നീ മിലിറ്ററി കൊടുത്ത എന്റെ ചെറുക്കനെ പൂസാക്കിയത് പോട്ടെ, നീ മുടി വെട്ടണം പറഞ്ഞ് എന്തോന്നാണ് നീ കാണിച്ചത്? നീ സംസാരമൊന്നും വേണ്ട, ഞാൻ അങ്ങോട്ട് വരും. ഇതിലുള്ള നഷ്ടപരിഹാരം എനിക്ക് നീ തരണം. നഷ്ടപരിഹാരം എത്ര രൂപ വേണം? ഒരു 10,000-3,000 രൂപ വേണോ? നീയാ എന്ത് ചെയ്യാനാന്ന് പറ. ഒരു പണി, ഞാൻ അങ്ങോട്ട് ഗൂഗിൾ പേ ചെയ്തേക്കാം. ഓക്കെ ഓക്കെ. എന്ത് ചെയ്യാനാന്ന് പറ. 150 രൂപയുടെ മുടി വെട്ടിക്കഴിഞ്ഞാൽ 3,000 രൂപ അങ്ങോട്ട് കൊടുക്കേണ്ട ഗതികേടാ. ഇപ്പോഴത്തെ കാലത്ത് ഒരു ബിസിനസ് കൊണ്ടുപോകണമെങ്കിൽ എന്ത് പാടാ. ഗ്യാസിനും വില കൂടുതൽ. അതാണ് ഇതിന്റെ ഏറ്റവും അപ്പുറത്തെ വിഷയം. അല്ല, ഗ്യാസ് ഈ ബിസിനസ്സുമായിട്ട് എന്താ ബന്ധം? പിന്നെ ഇവിടെ വെട്ടിയിട്ട് അങ്ങനെ മുടി വാരിക്കൊണ്ടിട്ട് കത്തിച്ച് കഞ്ഞി വെക്കാൻ പറ്റും. ഗ്യാസിന് ഭയങ്കര വില. ഈ രാജ്യത്തൊന്നും അല്ലേ ജീവിക്കുന്നത്. എന്ത് ചെയ്യാനാന്ന് ഓരോരോ അബദ്ധങ്ങൾ ചെന്ന് ചാടും. ചേട്ടാ, ഹലോ,
മനസ്സിലായോ? എന്നെ മനസ്സിലായോ? പിന്നെ മനസ്സിലാകാതിരിക്കും. എന്നാ പറഞ്ഞ ആരാന്ന് പറഞ്ഞേ? കതിരേഷ്. കതിരേഷ് അല്ല, ഞാൻ ബ്രൂണോ. പിന്നെ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അതിനാ? എടോ, താൻ ഇവിടെ 2 പ്രാവശ്യം കല്യാണത്തിന് മേക്കപ്പ് ചെയ്യാൻ വന്ന് ആ. ആ 2 കല്യാണം മുടങ്ങി തന്നെ ഏത് ഇരുത്തത്തിൽ കണ്ടാലും എനിക്ക് മനസ്സിലാകും. കതിരേഷൊക്കെ പണ്ട്. ഇപ്പൊ ഞാൻ എന്റെ പേര് മാറ്റി. എന്റെ പേര് ഇപ്പൊ ബ്രൂണോ എന്നാണ്. അതിനെ പേര് മാറ്റിയ കല്യാണം നടക്കാൻ വേണ്ടി ഞാൻ പേര് മാറ്റി. പേര് മാറ്റിയ കല്യാണം നടക്കൂ. അമ്മാവൻ എന്ന് വിളിച്ചു പറയട്ടെ. അമ്മാവന്റെ മകനെ 35 വയസ്സായി, അവിടെ കല്യാണം കഴിഞ്ഞിട്ട് പേര് മാറ്റിയ കല്യാണം നടക്കുമെന്ന് പറഞ്ഞു. പേര് മാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനിപ്പോ ഹിന്ദു ആയിരുന്നല്ലോ കതിരേഷ്. അതെ. അപ്പൊ ഞാനിപ്പോ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയാണ് ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്നത്. വീണ്ടും കല്യാണമായി. ആ. എനിക്ക് അപ്പൊ ഞാന് അവരുടെ സഭയിലേക്ക്, അവരുടെ മതത്തിലേക്ക് ഞാൻ മാമോദിസ മുങ്ങി ചേർന്നു. അത് ശരി. അങ്ങനെ ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിനും അവരുടെ ഫാമിലിക്കും ഉണ്ടല്ലോ ജാതി മതമൊന്നും ഒരു പ്രശ്നമല്ല. അത് നിന്നെ മതം മാറ്റിയപ്പോഴേ എനിക്ക് പിടികിട്ടി. പിന്നെ അറിയാലോ, വയസ്സിപ്പോ ഒരു 51 വയസ്സായി. ഞാൻ നോക്കിയപ്പോ വേറെ മാർഗ്ഗമില്ല. ഇങ്ങനെ നിൽക്കുവല്ലേ. അതെ. എന്നിട്ട് ഇപ്പം സെറ്റായി. പിന്നെ കല്യാണം സെറ്റായി. ഇന്ന് കല്യാണമാണ്, മേക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്നാണ്. അല്ല, ഞാൻ വേറെ കഴിഞ്ഞിട്ട്. ആ, ചോദിക്കേ. പിന്നെ എന്റെ വീട് എവിടെയാ? അതാണ് എന്റെ ഏറ്റവും വലിയ രസം. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിന് വീടില്ല. അവള് പറന്ന് നടക്കുമല്ലേ. കിളിയാണോ? കിളീനാണോ കെട്ടാൻ പോണത്? പെണ്ണ് കിട്ടിയില്ലെന്ന് നീ അന്ധക്കരണ കാണിച്ചു വെക്കേണ്ട കല്ല് കാര്യമുണ്ടോ? കിളീനൊക്കെ കെട്ടിക്കൊണ്ടു അത് വല്ലതും കൊത്തിപ്പറിച്ചിട്ട് പോകും. പിന്നെ ഇളിപ്പീനായി ഇവിടെ നിൽക്കും. എടോ, ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്ക്. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിന് ഇന്ത്യയിൽ വീടില്ല. അവള് വിദേശ സെറ്റിലാണ്, അമേരിക്ക സെറ്റിലാണ്. എവിടെ? അമേരിക്കയിലെ USA സെറ്റിലാണ്. എന്റെ കതിരേശ അമേരിക്കയിലാണോ പെണ്ണ്? എനിക്ക് വയ്യ. എങ്ങനെ സംഘടിപ്പിച്ചിട്ട് വന്നു അമേരിക്ക എന്നൊക്കെ? ഈ അമേരിക്കയുടെ കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് വേറെ കല്യാണാലോചന വന്നായിരുന്നു. ചെക്കോസ്ലോവാക്യ എന്നൊരു കല്യാണാലോചന വന്നു. അത് ഞാൻ പിന്നെ അങ്ങ് കളഞ്ഞു. കളഞ്ഞ നന്നായി. അല്ല, രാജ്യത്തിന്റെ പേര് പറഞ്ഞ് കുറുനാക്ക് ഉരുങ്ങി നീ ചത്തേ. അപ്പൊ അമേരിക്ക കയറി അങ്ങ് ഓക്കെ അടിച്ച്. അമേരിക്ക ഓക്കെ അടിച്ചാ പിന്നെ പേടിക്കേണ്ട കാര്യമുണ്ടല്ലോ. അതിലാണല്ലോ പോക്ക്. അതെ അതെ അതെ. വേറെ കാര്യം ഞാൻ പറയട്ടെ. കല്യാണം കഴിഞ്ഞ ആ പെണ്ണുമ്മറ്റേ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകും അമേരിക്കയിലേക്ക്. കൊണ്ടുപോവല്ല, പിന്നെ ഇനി ഇവിടെ അങ്ങോട്ട് കടത്തുവാ. അതെ, അത് അവരും എടുത്തു പറയാറുണ്ട്. അപ്പൊ ഇതേ സംഭവങ്ങളൊക്കെ ഒന്ന് നമുക്കൊന്ന് ചെയ്യണ്ടേ? നീ സമാധാനപ്പെടും. അല്ല, ഇത് എത്ര മണിക്കാ കെട്ട്? കെട്ടെന്ന് പറഞ്ഞാൽ പള്ളി കഴിഞ്ഞ അപ്പൊ കെട്ടാണ്. 10 മണിക്ക് പള്ളി കഴിയും. പള്ളി കഴിഞ്ഞ 10:01 അടിക്കുമ്പോഴേ കല്യാണമാണ്. കല്യാണം. ആ, അതപ്പോ വീട്ടിലങ്ങനെ ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങും പരിപാടി ഒന്നുമില്ല. ദക്ഷിണ കൊടുക്കാന്ന് സോമചേട്ടാ, നിങ്ങൾക്കറിയാലോ, എനിക്ക് ആകപ്പാടെ ഒരു അമ്മാവനെ ഉള്ളൂ. അമ്മാവൻ എന്റെ കല്യാണം നടക്കാൻ വേണ്ടി എന്തോരം നേർച്ചയും പരിപാടിയൊക്കെ നടത്തിയെന്നറിയോ? ഉരുളാത്ത സ്ഥലമില്ല അമ്മാവൻ. 5 കല്യാണം നടത്താൻ അമ്മാവനല്ലേ? അതെ. ഉള്ളി ഉരുണ്ടില്ലല്ലേ അതിശയുള്ളൂ. അതെ അതെ. അപ്പൊ അതുകൊണ്ട് രാവിലെ അമ്മാവന് ഞാൻ വെറ്റിലേയും പാക്കും ഒരു വെള്ളി രൂപയും കൊടുത്ത് ആ പരിപാടി അങ്ങ് നിർത്തി. വെറ്റിലേയും പാക്കിലും അമ്മാവൻ അങ്ങ് ഒതുക്കി. അതെ. ഇനിയിപ്പോ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകുന്നുള്ള പരിപാടിയിലാണ്. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോ. ഈ 2 പെണ്ണ് കല്യാണം നടത്തിയിട്ട് മുങ്ങിയ സ്ഥലം ഒരു അനുഭവം നമുക്കുണ്ട്. ഈ പെണ്ണ് മുങ്ങുമെന്ന് ആരുമുണ്ട്. നീ ആ പള്ളിയിലേക്ക് വിളിച്ച് പെണ്ണ് വന്നിട്ടുണ്ടോ അന്വേഷിച്ചു. പള്ളിയിലേക്ക് എന്തിനാണ് വിളിക്കുന്നത്? പെണ്ണിനെ ഞാൻ കൂടുതൽ കൊണ്ടുവന്നേക്കൊല്ലേ. കൊണ്ടുവന്നിട്ടുണ്ടോ? ആ. എന്നിട്ട് അവിടെ ഞാൻ കണ്ടില്ലല്ലോ. പുറത്ത് കാറിലിരുത്തിയേക്കൊല്ലേ. അയ്യോ, നശിപ്പിച്ച്. എന്തിനാ അബദ്ധമല്ലേ അത്? എന്താണ്? ആ കാറിൽ നിന്ന് ഇറങ്ങി അവള് മുങ്ങിയാല നമുക്ക് അനുഭവമുള്ളത് അങ്ങനെ. എന്റെ സോമചേട്ടാ, അതിനുള്ള പരിപാടി ഞാൻ ചെയ്തു വെച്ചേക്കൊല്ലേ. അതായത് എന്റെ പെണ്ണ് ഇരിക്കണ കാറിന്റെ മുമ്പിലും പുറകിലുമായിട്ട് 5 കാർ വെച്ച് ഇട്ടേക്കുവാണ്. 10 കാറ്. എന്തിനാണ് അബദ്ധം കാണിച്ചത്? ഒരു 2 കാർ കൊണ്ടുവന്ന് ആ പെണ്ണിരിക്കുന്ന കാറിന്റെ 2 സൈഡിന്റെ ഡോറിന്റെ പറ്റം കിട്ടിയിരുന്നെങ്കിൽ അവൾ ഡോർ തുറന്ന് പോയാലും. ഡോർ തുറന്ന് പോയാലും പ്രശ്നമില്ല. 25ഓളം ബ്ലാക്ക് ടാക്സിനാണ് ഞാൻ ഇറക്കിയിരിക്കുന്നത്. 25 ബ്ലാക്ക് ടാക്സ്? 10 കാർ? ഇവിടെ ഒരുപാട് പൈസ അയക്കണം. ഇത് എവിടെ നിന്ന് മുടക്കി പൈസ? വീട്ടിൽ കുറച്ച് പാഴ്മരം നിൽപ്പുണ്ടായിരുന്നു, അത് ഞാനങ്ങ് വെട്ടി വിറ്റ്. ഈ ഒരു പാലിന് വേണ്ടി ബാക്കിയുള്ള പാഴ്മരം മുഴുവൻ വെട്ടി. ഞാൻ കെട്ടാൻ പോണ പെണ്ണിന്റെ പേരെന്നറിയോ? എന്താ പേര്? ക്ലാര. ക്ലാര? അപ്പൊ ഞാൻ ബ്രൂണോ ക്ലാര എന്നാക്കി എന്റെ പേര്. അതെന്ത് പരിപാടി? പേരിന്റെ കൂടെ അച്ഛന്റെ പേരിലിരുന്ന പെണ്ണിന്റെ പേരാണോ വരണ്ടേ? എന്റെ അച്ഛന്റെ പേരാണ്. നിങ്ങളൊന്ന് പറഞ്ഞേ. എന്റെ അച്ഛന്റെ പേരെന്നാ? പങ്കജാക്ഷൻ. പങ്കജാക്ഷൻ. ബ്രൂണോ പങ്കജാക്ഷൻ എനിക്ക് ഇടാൻ പറ്റുമോ? ബ്രൂണോ ക്ലാര ആകുമ്പോ ഞാൻ കെട്ടാൻ പോണ പെണ്ണല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ പേരാണ് ഇട്ടേക്കുന്നത്. അതാകുമ്പം നിന്റെ കൂടെ ചേർന്ന് കിടന്നു. അതെ അതെ. ഈ സംഭവങ്ങളെ പെട്ടെന്ന് സംഭവം ഒന്ന് റെഡിയാക്കി. എന്റെ മുടി എന്നെ ചെയ്യാൻ പറ്റും? മുടി എന്ത് ചെയ്യണം? അല്ല, എന്നെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? എന്റെ മുടി ഈ ഒരു ലുക്കിൽ കണ്ടിട്ട് എന്നെ ചെയ്യാം? ലുക്കിൽ ഒരു ചർച്ചയ്ക്ക് വെക്കേണ്ട വിഷയമാണത്. എന്നാ മുടി വിട്ടേരെ. മീശയിൽ എന്നെ ചെയ്യണം. മീശ തൊടണ്ട കേട്ടോ. കൊള്ളാൻ മോനെ, ഞാനിത് അങ്ങോട്ട് പറയാൻ അത് കൂട്ടൊരു മീശ. ഞാൻ പറഞ്ഞു എനിക്കിവിടെ മാരേജ് കഴിഞ്ഞാൽ ഉടനെ ഫ്ലൈറ്റ് കയറുന്നു, ഞാൻ നേരെ അവിടെ വരുന്നു, നിങ്ങളെ കാണുന്നു. പറഞ്ഞു മനസ്സിലായല്ലോ. വിളിച്ചിടയ്ക്ക് ശല്യം ചെയ്ത് ഞാനിപ്പോ ചർച്ചിലോട്ട് പോവോ. ക്ലാര. ഞാൻ കെട്ടാൻ പോണേ ക്ലാര. ഇതാണ് ക്ലാര. നീ മൊത്തം അബദ്ധം ഒപ്പിച്ച് വെച്ചേക്കണം. ഈ 25 സെക്യൂരിറ്റിയും 10 കാറും മുടക്കേണ്ട കാര്യം ഇവക്ക് വേണ്ടി ഉണ്ടായിരുന്നു. ആ സെക്യൂരിറ്റി ഇവക്കല്ലേ വേണ്ടത്? പിന്നെ നിനക്കാൻ ടെൻഷൻ പോവെന്നുള്ളത് ഒരു കാര്യം. എവിടെ പോകാൻ? ഇത് ബൂമറാങ്ങാടാ, എടുത്തെറിഞ്ഞാൽ തിരിച്ച് നിന്റെ അടുത്ത് തന്നെ വരും. നമ്മളെ കല്യാണത്തിന്റെ ചർച്ചയെ കുറിച്ച് നമ്മൾ പറയുക.
ആര് സംസാരിക്കണം? അല്ല ഞാൻ വെഡിങ്ങിന് ഞാൻ സംസാരിക്കണം. മൈ മാരേജിനെ കുറിച്ച് ഞാൻ സംസാരിക്കണം. അല്ല ക്ലാര ഞാൻ Shut your bloody mouth. Shut your bloody mouth. Shut your bloody mouth. Bruno, sit. ക്ലാര Sit. Bruno, sit. Sit. Shut your bloody mouth. Who is the man? Who is the man? മേക്കപ്പിന്റെ പരിപാടി. മസ്കാര ഉണ്ടോ? ഓ ആയിക്കോട്ടെ, നമസ്കാരമുണ്ട്, നമസ്കാരമുണ്ട്. മസ്കാര ഉണ്ടോ? ഉണ്ടല്ലോ, നമസ്കാരം ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ മസ്കാര കണ്ണിൽ വരയ്ക്കുന്ന മസ്കാര ഉണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മറ്റേ ഇംഗ്ലീഷ് കേൾക്കേണ്ടി വരും. ഉണ്ട്. What's your name? സോമൻ, സോമൻ. സോമൻ ഇങ്ങ് വരൂ. സോമൻ ഇങ്ങ് വരൂ. സോമ ബർഗണ്ടി അടിക്കോ? അല്ലേ, എന്നെ ചോദിച്ചു കഴിഞ്ഞാ പിന്നെ നിങ്ങളുടെ ഇവിടെ ബ്യൂട്ടി പാർലറിൽ ബർഗണ്ടി കളർ ഇല്ലേ? കളറ് ബർഗണ്ടി കളർ ഉണ്ട്, ഇവിടെ ഉണ്ട്. ക്ലാര ബർഗണ്ടി കളർ ഉണ്ട്. ഞാൻ പറഞ്ഞ അറേഞ്ച് ബ്രൂണോയുടെ അടുത്ത് ഞാൻ പറഞ്ഞോ? അല്ല ഞാൻ ബ്രൂണോ എന്നെ പുറകെ നോക്കണേ. വാലാട്ടുന്നുണ്ടോന്ന് നോക്കിയതാ. ഹായ് സ്റ്റെപ്പ് മാസ്, ഹായ് സ്റ്റെപ്പ് ഡാറ്റ്. പപ്പയ്ക്ക് ബ്രൂണെ കാണണോ? പപ്പയ്ക്ക് ബ്രൂണെ കാണണോ? കമ്മിയർ കമ്മിയർ. ബ്രൂണോനെ പപ്പയ്ക്ക് ഒന്ന് കാണുന്നു. സംസാരിക്കാൻ പപ്പ ബ്രൂണോ ആണ് പപ്പ. ഹെയർ സെറ്റ് ചെയ്യും പപ്പ. മീശ പിടിക്കുന്നുണ്ട് പപ്പ. മീശ റെഡിയാക്കാം പപ്പ. ഓക്കെ എല്ലാം റെഡിയാക്കാം പപ്പ. ഈ പപ്പ എങ്ങനെയാ? അതിനേശം ഇത് എന്താണ്? അതിനാ? അമേരിക്ക വന്ന പെൺകുട്ടിയോട് പപ്പായ എങ്ങനെയാണെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞില്ലേ, പഴുത്ത കഴിക്കാം, പച്ചയാണെ കറിവച്ചും കഴിക്കാം. എന്നത്? പപ്പായ. താനെന്താ പപ്പയെ കുറിച്ച് പറഞ്ഞത്? താനിപ്പോ പപ്പയെ കുറിച്ച് എന്താ പറഞ്ഞേ? താനെന്താ പറഞ്ഞേ? എന്റെ പപ്പ എവിടെയാണ് തനിക്കറിയോ? എന്റെ പപ്പ ഐസ്ലാൻഡ് അറിയും, ഐസില്. ഇവിടെ പപ്പ പെൻഗിനാണോടാ? അതിനങ്ങനെ ചോദിച്ചേ? ഐസി കിടക്കുവാന്ന് പറഞ്ഞു. ഐസിലല്ല, ഐസിൽ കിടക്കുവന്ന്. സംസാരം ക്ലിയർ ആവണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു സംസാരം ഉള്ളത് കൊണ്ടാണ് ഞാൻ എന്റെ ആദ്യത്തെ 2 ഹസ്ബൻഡ്സിനെ ഞാൻ ഡിവോഴ്സ് ചെയ്തത്. 2 കല്യാണം, മൂന്നാമത്തെ ഡിവോഴ്സ് ചെയ്താ? ആദ്യത്തെ എന്താ ഡിവോഴ്സ് ചെയ്ത്? ആദ്യത്തെ കളഞ്ഞത് തന്റെ ഇടമില്ലാത്ത കാരണത്താൽ ഞാൻ അങ്ങ് കളഞ്ഞു. എന്തിനകത്ത് കളയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? തന്റെ ഇടമില്ലാത്ത ആകുമ്പോൾ ക്ലാര പറയുന്ന കേട്ടനുസരിച്ച് നിന്നോണ്ട് ബ്രൂണോ പർട്ടിക്കുലർ ആയിക്കോട്ടെ. എടോ തന്റെ ഇല്ലാത്ത കാരണത്താലല്ല, തന്റേതല്ലാത്ത കാരണത്താലാണ് ഡിവോഴ്സ് ചെയ്തത്. അതെ. രണ്ടാമത്തോ? അതൊരു ചായയുടെ പ്രശ്നത്തിൽ ഞാൻ ഡിവോഴ്സ് ചെയ്തു. കണ്ടോ, നിസ്സാരം 12 രൂപയുടെ കേസിൽ ഒരു ചായയുടെ കാര്യത്തിന് ഭർത്താവിനെ കളയേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഞാൻ എന്തോടെ പറയുന്നത്? എന്റെ വീട്ടിന്റെ അപ്പുറത്തെ ലൂയി ഫെർണാണ്ടസിന്റെ മകൾക്ക് എന്റെ ഭർത്താവിന്റെ മുഖച്ചായ ഉള്ളതിന്റെ പേരിൽ ഞാൻ ഡിവോഴ്സ് ചെയ്തു. മുഖച്ചായ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്നാ? ഈ പെണ്ണിനെയൊക്കെ എന്ത് കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടത്? സത്യം പറഞ്ഞ സോമനേട്ടൻ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ക്ലാരയുടെ ബിഹേവിംഗ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ബിഹേവിംഗ്. അതിനുള്ള ബിഹേവിംഗ് ഉണ്ട്. അതാ ഞാൻ പറഞ്ഞേ. അത് ഞാൻ നിന്റെ കൂടെ ബിഹേവിംഗ് ഉണ്ട്. വരുന്നുണ്ട്. സമയമില്ല, നമുക്ക് പോയിട്ട് പിന്നെ ഹണിമൂൺ പ്ലാൻ ചെയ്യാൻ. നിങ്ങൾ ഒരിക്കൽ പെട്ടെന്ന് പ്ലാൻ ചെയ്യേണ്ടത്. എന്തായാലും നിങ്ങൾ വിദേശത്താണല്ലോ. അതെ. ഹണിമൂൺ എവിടെയാ പ്ലാൻ ചെയ്തേക്കുന്നത്? എനിക്കത് അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ചോദിക്കും. ബ്രസീലും പെറും. ബ്രസീൽ എന്ന് പറഞ്ഞ രാജ്യത്തും പെറു എന്ന് പറഞ്ഞ രാജ്യത്തുമാണ്. 2 രാജ്യത്താണ്. അതാണ് പറഞ്ഞത്. സമയമില്ലാത്ത സമയത്ത് 2 രാജ്യത്തേക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? അതിനുള്ള ഐഡിയ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അവളുടെ ഹണിമൂൺ ബ്രസീലിൽ നടക്കും, ഞാൻ പെറുവിൽ നടത്തും. ഹണിമൂൺ തകർക്കും. അതെ, ഹണിമൂൺ ഞങ്ങൾ പൊളിക്കും. ഏതായാലും ഒരു പണിയാ. സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് റെഡിയാക്കി ഒന്ന് വിട്. എന്താ ചെയ്യേണ്ടത്? തിരക്ക് വെക്കണ്ട. എന്താ ചെയ്യേണ്ടത്? ഫേഷ്യൽ ചെയ്തോ? എന്നെ ഒന്ന് ഫേഷ്യൽ ചെയ്തു. ആയിക്കോട്ടെ. അവളെ ഫേഷ്യൽ ചെയ്യുന്ന പോലെ ആക്ട് ചെയ്താൽ മതി. കാരണം ഇതെങ്ങനെ തെളിഞ്ഞു വന്നാൽ എന്റെ അമേരിക്ക പോക്ക് നടക്കത്തില്ല. എവിടെ പോകാൻ? അതൊക്കെ നിമ്പ തെറ്റിദ്ധാരണ. ആണല്ലേ? നിന്റെ അടുത്ത് തന്നെ കിടന്ന് ഫേഷ്യൽ ചെയ്തു. നോക്കട്ടെ. അയ്യോ, ഒത്തിരി തെളിച്ചു കൊണ്ടുവരില്ല കേട്ടോ. ഇല്ല, ചെറുതായിട്ട് തിരിക്കുകയാണ്. അതെ, ഓക്കെ. ഓക്കെ. കണ്ണ് തുറക്കല്ലേ? ഇല്ല, എന്റെ കണ്ണടച്ചു വെച്ച് ഇങ്ങനെ പിടിക്കും. കുക്കമ്പർ ഇല്ലാലേ? കുമ്പറേ. ഓക്കെ, എങ്ങനെ കണ്ണ് തുറക്കല്ലോ കേട്ടോ. ആയിക്കോട്ടെ, ആയിക്കോട്ടെ. സോമന്റെ ഹെയർ എങ്ങനെയുണ്ടെന്ന് ഹെയർ ഉള്ള കാര്യം പറയാലോ. ഇത്രയോ നല്ല ഹെയർ ഒരു പെൺകുട്ടി എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണും. താങ്ക് യു. എന്ത് ഭംഗിയ ഹെയർ. അയ്യോ, എന്റെ അടുത്ത് ആദ്യമായിട്ടാണ്. ഞാൻ ഒരുപാട് ആണുങ്ങളെ കണ്ടിട്ടുണ്ട്. എന്റെ ഹെയർ കൊള്ളാം. ആദ്യമായിട്ട് എന്റെ അടുത്ത് പറഞ്ഞത് താങ്കളാണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എന്താണ് അവിടെ നടക്കണേ? ഇവിടെ ഒന്നും നടക്കുന്നില്ല. എന്താണ് അവിടെ സൗണ്ട് കേൾക്കണേ? എന്താണ്? ഒരു സൗണ്ടും ഇല്ല. നിങ്ങൾക്ക് തോന്നുന്നതാണ് കൈ. അതെ, ഇപ്പോഴും കേട്ടി. എന്താണ് സംഭവം? എന്താണ്? ഒരു സൗണ്ടും ഇല്ലെന്ന് പറഞ്ഞില്ല. അവിടെ എന്താ നടക്കണേ? അത് പറ, ഉള്ള കാര്യം ഇല്ല, ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഓമൻ ചേട്ടാ, എനിക്ക് വീഡിയോ മാത്രമേ കട്ടുള്ളൂ. ഓഡിയോ എനിക്ക് വ്യക്തമായിട്ട് കേൾക്കാം. എന്തൊക്കെ പറയണത്? ഇവിടെ മിറർ ഇല്ലേ? മിറർ ഇല്ലേ കാണാൻ വേണ്ടിട്ട്? അല്ല, മിറർ ഇല്ല ഇവിടെ. അത് ഇവിടെ മിറർ വെച്ചാ പൊളിയും. എന്തോ പൊളിയുന്നു? അല്ല, ഭിത്തിയെന്ന് പൊളിഞ്ഞ് ഈ വീടും. അങ്ങനെ ഒരു കുഴപ്പം. അയ്യോ, അതല്ല, ഇതിന്റെ മുങ്ങിൽ ചെയ്തത് എങ്ങനെ എനിക്ക് അറിയണമല്ലോ. കാണണമോ? എനിക്ക് കാണണമായിരുന്നു. ചെയ്തത് കാണാൻ നിർബന്ധമാണോ? കാണണം. പിന്നെ നമുക്ക് കാണണ്ടേ? നമ്മുടെ കാണണമെന്നുണ്ടെങ്കിൽ എങ്കിലും ബുദ്ധി പ്രയോഗിക്കേണ്ടി വരും. ശരിക്കും കണ്ടോണം കേട്ടോ. പിന്നെ ഒരു സ്ഥലത്തും ഇത് കാണാൻ പറ്റില്ല. കണ്ടോ? അയ്യോ, കൊള്ളാലോ. എങ്ങനെയുണ്ട്? അടിപൊളി, അടിപൊളി, സൂപ്പർ. അതാണ്
കാരണം സോമൻസ് മേക്ക് ഓവർ സ്റ്റുഡിയോ ഒരു കാര്യം. അല്ല സോമ, രണ്ട് മുഖം സോമ. രണ്ട് മുഖം. ഓ ഞാൻ പറഞ്ഞുതരാം. ഈ മുഖം കണ്ടോ? യെസ്. ഇത് മാഡം ഇവിടെ വന്നപ്പോഴുള്ള മേക്കപ്പ് ചെയ്യാത്ത മുഖം. ഇത് ഞാൻ മേക്കപ്പ് കഴിഞ്ഞപ്പോൾ ഉള്ള മുഖം. അടിപൊളി. എന്റെ വർക്ക് എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി. അപ്പൊ ഇതിവിടെ മാറ്റി വെച്ചേക്കാം. ഓക്കെ. പോകാൻ നേരത്ത് പൊതിഞ്ഞു ഈ മുഖം. ഓക്കെ. അമേരിക്കൻ സത്യം പറയാനും ഇവിടെ മാത്രമേ ഇങ്ങനെയുള്ളൂ. അമേരിക്കയിലൊക്കെ എന്തോരം ബ്യൂട്ടി പാർലർ ഉണ്ട്, പക്ഷെ ഇങ്ങനത്തെ ഒരു സംഭവമില്ല. വിളിച്ചു പറയണം. ഹലോ, അതെ അതെ അതെ. എടീ സൂപ്പർ ഡി, ഇവിടുത്തെ ബ്യൂട്ടി പാർലർ വന്ന് എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞ ചിരിച്ചിരിക്കാൻ ഊപ്പാട്. അയ്യോ അയ്യോ സോമ 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 പ്ലീസ് ഹെൽപ് മീ സോമ. എഴുന്നേറ്റ് പാടാ സോമ. എന്താ ഇവിടെ നടക്കുന്നത്? എന്താണ് എന്റെ കണ്ണിൽ കുക്കമ്പർ വെച്ചിട്ട് എന്താണ് ഇവിടെ നടന്നത്? അതിനെന്തറിയോ, പുള്ളിക്കാരൊന്ന് സ്ലിപ്പായി വീണ്. ഓക്കെ. അപ്പൊ ഞാൻ സഹായിക്കാൻ ചെന്നു. അപ്പൊ ഞാനും സ്ലിപ്പായി വീണ്. ആ വീണ വീഴ്ചയിൽ അങ്ങോട്ടൊന്ന് ഉരുണ്ടു. വീണ് കഴിഞ്ഞിട്ട് അങ്ങോട്ടൊന്ന് ഉരുണ്ടു, അത് ഞാൻ സമ്മതിച്ചു. പിന്നെ നീ ഒരു 3/4 പറഞ്ഞിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ഉരുണ്ടത് അതെന്തിനാണ്? അത് പറയും. അതിലേശം ഒരു കാര്യം മനസ്സിലാക്കണം. ഈ സോമന സാധനം ഏറ്റെടുത്താൽ അത് എടുത്തത് കൊണ്ട് തിരിച്ചു വെക്കും. ഇപ്പൊ ഓക്കെ. അല്ലെങ്കിൽ ഞാൻ തെറ്റിദ്ധരിച്ചേനെ, എനിക്ക് ഡൗട്ട് അടിച്ചേനെ. ബ്രൂണൊക്കെ എന്റെ സംശയം ഉണ്ടല്ലേ? എന്റെ അമേരിക്കയിൽ വന്ന് ചോദിക്കണം എത്ര ഡീസന്റ് ആണ് ഞാനെന്ന്. എന്നെ എന്റെ അച്ഛനമ്മ അങ്ങനെയാ വളർത്തിയത്. തറയിൽ വെച്ച ഉറുമ്പരിക്കും തലയിൽ വെച്ച പേനരിക്കും എന്ന് പറഞ്ഞ്. അമേരിക്കയിൽ ഇത്രയും ഗതികെട്ട ഉറുമ്പും പേനൊക്കെ ഉണ്ടോ? പറയുമ്പോൾ സമ്പന്ന രാജ്യം. അയ്യോ, ആരാ വിളിക്കണാരാണ്? ആരാണ് ഈ സമയത്ത് വിളിക്കുന്നത്? ഹലോ. ഓക്കെ. സംഭവം മനസ്സിലായി. ഓ ശരി, വെച്ചേക്കാം. നിന്റെ ഫോട്ടോ പറഞ്ഞ കല്യാണം ഇനി നടക്കുകയല്ലെന്ന്. പള്ളി ചെന്ന് കെട്ട് നടത്തണ്ടേ? രാവിലെ ഞാൻ അവിടുന്ന് ഒരു ദക്ഷിണ കൊടുത്തിട്ട് വെറ്റിലെ അടക്കാൻ ദക്ഷിണ കൊടുത്തിട്ട് പോന്നില്ലേ? ആ അമ്മാവൻ അടക്കേ കയറി ചവിട്ടി തലയടിച്ച് വീണ് ഓൺ ദി സ്പോട്ടിൽ തീർന്നെന്ന്. അയ്യോ, ഇപ്പൊ കല്യാണം നടക്കില്ല. എങ്ങനെ കല്യാണം നടക്കാനാണ്? നീ ഇവിടെ സഞ്ജയനും എന്റെ 16 അടിയന്തരമൊക്കെ നടത്തണ്ടേ? അല്ല, ഇവിടെ അത് കഴിഞ്ഞിട്ട് കെട്ടാലോ. അത് കഴിഞ്ഞിട്ട് എങ്ങനെ കെട്ടാനാണ്? നാളത്തെ ഫ്ലൈറ്റിൽ ക്ലാര പോവിയല്ലേ, പിന്നെ എനിക്ക് എങ്ങനെ അമേരിക്കക്ക് പോകാൻ പറ്റും? ബ്രൂണോ വിഷമിക്കണ്ട, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇനി മുതൽ ഞാൻ ബ്രൂണോ അല്ല, പഴയ കതിരേഷ്. സത്യം പറഞ്ഞാൽ നീ കതിരേശും അല്ല, പിന്നെ സേതുരാമയ്യർ. അതുപോലെ ഇതുപോലെ പാട്ടുമായിട്ട് വരുമല്ലോടാ നീ. സോമൻ സലൂൺ എന്ന ഹിറ്റ് സ്കിറ്റിന്റെ 3ാം ഭാഗമാണ് നമ്മളിപ്പോ കണ്ടത്. ഇത്തവണ സലൂണിന്റെ സർവീസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് നമ്മുടെ കാര്യക്കാരോട് ചോദിക്കാം. സ്റ്റാർട്ടിങ് വിത്ത് നസീർക്ക. പോൾസൺ ശംഭു ബാസി, കുറച്ച് ബ്രേക്ക് എടുത്തതിന് ശേഷമാണ് അല്ലേ ഒരു ഇഷ്ടംപോലെ പരിപാടി ഉണ്ടല്ലേ? സ്റ്റേജ് പ്രോഗ്രാം. കാര്യം രണ്ടുപേർക്കും സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയതിന് ശേഷം പരിപാടി കണ്ടെന്ന് കളിക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഈ സ്കിറ്റിൽ കിട്ടി. കാര്യം നിങ്ങൾക്ക് നല്ലൊരു സ്കിറ്റ് റെഡിയാക്കാനുള്ള ടൈം കിട്ടിയില്ല എന്ന് ഈ സ്കിറ്റ് കണ്ടപ്പോൾ. കാര്യം ഇതിൻ്റെ മുമ്പ് ഉണ്ടാക്കി വെച്ച ആ 2 സ്കിറ്റ് ടോപ്പായിരുന്നു, 2 അല്ലേ? അറിയാമല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. അതിൻ്റെ ഒരു 3ാം ഭാഗം വരുമ്പോൾ നമ്മളെപ്പോഴും അതിൻ്റെ മേളിലാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇത് അങ്ങോട്ട് എത്തിപ്പെടാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. 3 പേര് നല്ല ഗംഭീര ടീമുമാണ്, നല്ല സ്കിറ്റിൻ്റെ ത്രെഡുമാണ്. കാര്യം അയാളുടെ അവസാനത്തെ പിടിവള്ളിയാണ് ഈ കല്യാണം എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ ത്രെഡ് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു സാധനം. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പ്ലാൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ടൈം കിട്ടിയില്ല എന്ന് സ്കിറ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ചിരിക്കാനുള്ള ഏരിയകൾ കുറവായിരുന്നു. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചൊക്കെ ഉണ്ട് എങ്കിൽ പോലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടുന്ന ഒരു ചിരിയുടെ ആ ഒരു അംശം നമുക്ക് കിട്ടിയില്ല. അടുത്ത പ്രാവശ്യം ഇതിൻ്റെ 4ഉമായിട്ട് നമുക്കൊന്ന് പിടിച്ചു നോക്കാം. ഒരു ചാൻസ് കിടപ്പുണ്ട്, നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. 3 പേരും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റുകളാണ്. ഞാൻ സോഷ്യൽ മീഡിയയിലാണ് ഇതിനു മുമ്പുള്ള സ്കിറ്റ് കണ്ടിട്ടുള്ളത്. ഗംഭീരമായിട്ടുള്ള ഇതായിരുന്നു. ഇതെനിക്കൊണ്ട് പ്രതീക്ഷ കൂടുന്നതുകൊണ്ടാവാം ഒരു പക്ഷേ അത്രത്തോളം കഴിഞ്ഞ 2 സ്കിറ്റും അതിമനോഹരമായിരുന്നുകൊണ്ടാവാം, പക്ഷെ അത്രത്തോളം വന്നില്ല എന്ന് പറയുന്നുണ്ടാവുക. പക്ഷേ പെർഫോമൻസായിട്ട് നമുക്ക് വേറൊന്നും പറയാനില്ല. എല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്ന ആൾക്കാരും ഏറ്റവും നന്നായിട്ട് എനർജി ലെവൽ കൂട്ടി ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. പിന്നെ ഈ പറയുന്ന പോലെ പ്രോഗ്രാമിൻ്റെ തിരക്കാണെന്ന് നസീർക്ക് പറയുന്ന പോലെ കണ്ടിന്യൂസ് പ്രോഗ്രാംസും കാര്യങ്ങളും ഉണ്ടാവുമായിരിക്കാം. അപ്പോൾ അത് ഒന്ന് കുറുക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു തന്നെ. പക്ഷേ എനിവേ നമ്മളതിൻ്റെ 3ാം ഭാഗം എന്നുള്ള നിലയ്ക്ക് പ്രതീക്ഷയാണ് എൻ്റെ പ്രശ്നം. പക്ഷെ ബാക്കി പ്രോബ്ലം ഒന്നുമില്ല. ഓക്കെ, ഗുഡ്. താങ്ക് യു ചേട്ടാ. പ്രചോദേട്ടാ. പോൾസൺ, ഫാസി, ശംഭു കോമ്പിനേഷൻ 3 പേരും ആദ്യമായിട്ടാണ് തോന്നുന്നല്ലേ? ശംഭു ടീമിലേക്ക് ആദ്യമായിട്ടാണ്. ശംഭു ഇതില് കോമ്പിനേഷൻ ആദ്യമായിട്ടാണ്. പക്ഷേ നമ്മൾ 3 പേരും നിൽക്കുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാര്യം നിങ്ങൾ 3 പേരും കിടിലൻ ടീമുകളാണ്. പിന്നെ ഈ പറയുന്നത് പോലെ നമുക്ക് പ്രോഗ്രാമിൻ്റെ ഒരു സീസൺ തിരക്കുകൾ പരിപാടികൾ എന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് വന്ന് നമുക്ക് ഫസ്റ്റിലൊരു എൻട്രി വന്നപ്പം
എനിക്കൊന്ന് ആ കോമ്പിനേഷൻ സ്പീഡ് സാധനം ഒന്ന് വിട്ടുപോയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഒരു പഞ്ച് ഒരു സാധനമുണ്ട്, ആ ഒരു നിപ്പുണ്ട്, ആ സാധനം തുടക്കം തൊട്ട് കിട്ടിയില്ല. അതാണ് എനിക്ക് മൊത്തത്തിൽ ഫീൽ ചെയ്തത്. കുറേ നാളുകൾക്ക് ശേഷം വന്നൊരു റീ എൻട്രിക്ക് ഉള്ള ഒരു ട്യൂണിങ്ങിൻ്റെ പ്രശ്നമായിരിക്കാം. അപ്പോൾ അടുത്തതിൽ മെച്ചപ്പെടുത്തുക. കാര്യം നിങ്ങളോട് എനിക്ക് കൂടുതൽ പറഞ്ഞ് ഞങ്ങളിങ്ങനെ പറയാം, എൻ്റെ പോൾസിനും പാസിയും ഇങ്ങനെയല്ല എന്ന് പറയുന്നത് പോലെ ശംഭു കൂടെ ആദ്യമായിട്ട് മിങ്കിൾ ചെയ്താണ്. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു. അടുത്തതിൽ പൊളിക്കണം കേട്ടോ. അപ്പോൾ 3 പേർക്ക് ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്കിനി ഇന്നത്തെ പ്രൈസ് മണി എത്രയാണ് എന്നറിയാനുള്ള സമയമാണ്. നമുക്ക് തുടങ്ങാം. സ്റ്റാർട്ടിങ് വിത്ത് പ്രചോദേട്ടൻ. ഞാൻ ഒരു 7,000 രൂപ. 7,000. ഓക്കെ, ഷാജേട്ടാ? ഒരു 8,000. ഓക്കെ, അപ്പം 7 + 8 15,000 രൂപയായിട്ടുണ്ട്. ഇനി ഈ റിവീൽ ചെയ്യൂ. ബാക്കി 35,000 രൂപയാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പം വീണ്ടും 4 ഭാഗമായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്താ അവര് എങ്ങനെ നിർത്താതെ നോക്കിയിരിക്കുകയല്ലേ. കടകളിൽ നിന്ന് പോവാന്ന് ഇല്ല, അതിപ്പം ചില ദിവസങ്ങളല്ലേ. ഇത് എന്തോരം ഗംഭീര വൈറൽ സ്കിറ്റുകൾ നമുക്ക് തന്നിട്ടുള്ള ഗംഭീര ആർട്ടിസ്റ്റുകളാണ് 3 പേരും. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു. കാര്യക്കാരെ, ഇന്ന് ആക്ച്വലി ഇവിടെ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് അവതരിപ്പിക്കാനായിട്ട് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ട്. അദ്ദേഹത്തെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ വിവരണങ്ങളൊന്നും തരുന്നില്ല. നമുക്ക് ആ സ്പെഷ്യൽ ഗസ്റ്റിന്റെ പ്രൊഫൈൽ ഒന്ന് കാണാം. ഓക്കെ. ഹാപ്പി മാരീഡ് മീനാക്ഷി കാർത്തിക്. ഓ, ഇത് ഭയങ്കര സർപ്രൈസ് ആയി പോയി. വളരെ സ്പെഷ്യൽ ഇത് ഭയങ്കര സർപ്രൈസ് പോയി. അങ്ങനെയെങ്കിൽ ഞാൻ എന്റെ പ്രിയതമനെ ഇങ്ങോട്ട് വിളിച്ചാലോ? തീർച്ചയായിട്ടും. കാർത്തി, ഭയങ്കര കെമിസ്ട്രിയാ. അടിപൊളി. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ എന്താണ് സ്പെഷ്യൽ ഐറ്റം ചെയ്യാൻ പോകുന്നത്? സ്റ്റാൻഡപ്പ് ആയിരിക്കും. ഞാനല്ല ഇവിടെ ഒന്നും ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് ഒരു ഇൻട്രോ കൊടുക്കുള്ളൂ, ബാക്കിയൊക്കെ അവരാ ചോദിക്കുന്നത്. അതാണ് ഞങ്ങളുടെ കാര്യക്കാർ. എല്ലാരും അറിയാം, നസീറിക്ക, പ്രചോദേട്ടൻ, ഷാജി. ഹായ് കാർത്തി, നമസ്കാരം. നമസ്കാരം. ഓക്കെ. കാർത്തി എവിടെ സ്ഥലം? സർ, പാലക്കാടാണ്. പാലക്കാട് എവിടെ? കോട്ടായി. അതെയോ? അടുത്ത നമ്മൾ സ്പെഷ്യൽ പെർഫോമൻസ് ചെയ്യാൻ എല്ലാവരോടും ചോദിക്കുന്നത്, കാർത്തി എന്ത് ചെയ്യുന്നു? ഫോട്ടോഗ്രാഫറാണ്. ഓക്കെ. പാലക്കാടാണ് ബേസ്. ഇപ്പോൾ കാൻഡിഡ് സ്റ്റോറീസ് ബൈ കാർത്തിക് എന്നൊരു കമ്പനി ഉണ്ട്, റൺ ചെയ്യുന്നുണ്ട്. കൂടാതെ കുറച്ച് കമേഴ്ഷ്യൽ വർക്കെല്ലാം ചെയ്യുന്നുണ്ട്, നാഷണൽ ഇന്റർനാഷണൽ ആയിട്ട് പോകുന്നുണ്ട്. സോ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സന്തോഷം. ഒരു ഭയങ്കര സർപ്രൈസ് ആയി അല്ലേ? തീർച്ചയായിട്ടും. ആദ്യം മീനാക്ഷി പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് നമ്മളവിടെ സ്പെഷ്യൽ എല്ലാ എപ്പിസോഡിലും വരാറുണ്ടല്ലോ, അങ്ങനെ ആരെങ്കിലും ആയിരിക്കും എന്തെങ്കിലും ഒരു മിമിക്രി അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡപ്പ് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് വേറെ എന്തെങ്കിലും ചെയ്യുന്ന ഒരാളാണെന്ന പ്രതീക്ഷ. ഇതൊരിക്കലും പ്രതീക്ഷിച്ചില്ല. പ്രൊഫൈൽ കണ്ടപ്പോഴാണ് നമുക്ക് ആളെ മനസ്സിലായി. എനിക്ക് ആക്ച്വലി എന്താണെന്നറിയില്ല, ഒരു വല്ലാത്ത ടെൻഷൻ തോന്നുന്നു. വീട്ടിലാരൊക്കെ ഉണ്ട് കാർത്തി? വീട്ടില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയത്തി ഇടയ്ക്കാണ് കല്യാണം കഴിഞ്ഞ് പോയത്. അച്ഛനും അമ്മയും ഞാനും തന്നെയാണ് വീട്ടിലുള്ളത്. ഞാനും പ്രചോദേട്ടാ, ഈ ആള് ബേസിക്കലി ഒരു ഇൻവെർട്ടർ ആണ്. ഞാൻ മാത്രമാണ് ഇങ്ങനെ ബക് 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 എന്ന് സംസാരിക്കുന്നത്. ആള് ഭയങ്കര മിതഭാഷ്യനാണ്. അപ്പൊ ഞാനിങ്ങനെ ഓർത്ത് പാലക്കാട് വെച്ചാണ് കണ്ടുമുട്ടിയത്? അല്ല സാർ, ഞങ്ങളൊരു പ്രൊജക്റ്റിൽ വെച്ചാണ് കണ്ടത്. കണ്ടു, സംസാരിച്ചു, കുഴപ്പമില്ലെന്ന് തോന്നി. പിന്നെ അത് അങ്ങനെ ഒരു ഫ്ലോയിൽ പോയി. ഫസ്റ്റ് ടൈം ആരായിരുന്നു എന്റെ പുറകെ ഇങ്ങനെ നടന്നില്ല? ഈ കഥ ഇവിടെ ഇങ്ങനെയാണ് പറയാന്ന് പറഞ്ഞിരുന്നു. ഒന്നുമില്ല, പുറകെ നടന്ന ആളി കക്ഷി തന്നെയാണ്. എത്ര വർഷമായി? 3 വർഷം സാർ. ഞാൻ പുറകെ നടന്നിട്ട് ഇനി സത്യം പറ, ഇത് തന്നെയാണ് സത്യം. 3 വർഷത്തിനിടയിൽ ആ ആദ്യത്തെ ഒരു വർഷം കാര്യമായിട്ട് പുറകെ നടന്നു. ഇതാരെ ഇവരെ ഗ്രൂം ചെയ്താരാ? പറഞ്ഞു പഠിപ്പിച്ച എല്ലാം തെറ്റിച്ചല്ലോ. ഞാൻ വെറുതെ ഇത്തിരി വെയിറ്റ് കിട്ടട്ടെ എന്ന് ഞാൻ പറഞ്ഞു. 3 വർഷം എന്റെ പുറകെ നടന്നു. ലാസ്റ്റ് എന്നിട്ട് അച്ഛനോട് സംസാരിച്ചാലേ ഞാൻ ഓക്കെ പറയുന്നു പറഞ്ഞു. അങ്ങനെയാ ഞാൻ പറയുന്നത്, മൊത്തം മാറ്റി പറഞ്ഞു. എന്തായാലും ഞങ്ങളുടെ വേദിയിൽ വന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. കല്യാണത്തിന് വന്ന് കാണാൻ പറ്റില്ലെങ്കിലും നേരിട്ട് കാണാൻ പറ്റില്ല. അതെ, എന്റെ ചേട്ടന്മാരെയും പിന്നെ എന്റെ പ്രേക്ഷകരെയും ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ട്. ഇതാണ് കാർത്തിക് നായർ, മൈ ഹസ്ബൻഡ്. രണ്ടുപേർക്കും ഞങ്ങളുടെ വക ഒരു ആശംസകൾ നേരുന്നു. അനുഗ്രഹങ്ങളും മുമ്പോട്ടുള്ള യാത്രകളൊക്കെ നല്ല സന്തോഷകരമാകട്ടെ. പൊളിക്കും. താങ്ക് യു സോ മച്ച്.
ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഒരുപാട് ചിരിച്ചു. പക്ഷെ ഇന്നത്തെ ചിരിക്ക് മാത്രമാണ് നമ്മളിവിടെ ഗുഡ് ബൈ പറയുന്നത്. കൂടുതൽ ചിരികളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം. Till then, this is me, Meenakshi Sudhir, signing off from Flowers Comedy. ഇത് ഐറ്റം വേറെ. Good night.